ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നീറ്റ് എക്സാം ഒക്കെ അടുക്കാറായി. നമ്മൾ ഏകദേശം +1 എഴുതുമ്പോൾ ഒരു 75% നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി എന്തിലോട്ട് പോകാം? നമ്മുടെ തെർമൽ ഫിസിക്സിലോട്ട് പോവാം അല്ലെ. മെക്കാനിക്സ് നമ്മൾ ഫിനിഷ് ആക്കി, സോൾസും ഫ്ലൂയിഡ്സും ഫിനിഷ് ആക്കി. ഇനി നമ്മളൊരു നെക്സ്റ്റ് ബ്രാഞ്ച് ആയിട്ട് തെർമൽ ഫിസിക്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ തെർമൽ ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ചിൽ എത്ര ചാപ്റ്റർ നമുക്ക് +1 പഠിക്കാനുണ്ട്? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പഠിക്കാനുണ്ട്. അതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്റർ അല്ലെ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏത് ചാപ്റ്റർ ഉണ്ടടാ? തെർമോഡൈനാമിക്സ് ഉണ്ട് അല്ലെ. തെർമോഡൈനാമിക്സ് ഉണ്ട്. പിന്നെ ഏതുണ്ട്? കൈനറ്റിക് തിയറിയും ഉണ്ട്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഓക്കെ അല്ലേ? അപ്പം ഈ 3 ചാപ്റ്റർ ആണ് എന്തിലുള്ളത്? നമുക്ക് തെർമൽ ഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഈ 3 ചാപ്റ്ററിനൂടെ അറൌണ്ട് എത്ര ക്വസ്റ്റ്യൻസോളം നമുക്ക് പ്രതീക്ഷിക്കാം? ഒരു 6 ക്വസ്റ്റ്യൻസോളം നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. 5 to 6 ക്വസ്റ്റ്യൻസോളം നമുക്ക് ഈ ഒരു 3 ചാപ്റ്ററിനൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രതീക്ഷിക്കാൻ പറ്റും. ഇതിനകത്ത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ അല്ലെ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ നമുക്കറിയാം, ഇതിനകത്ത് ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഒരു ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് എപ്പോഴും എക്സാമിന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു അതിലെ ക്വസ്റ്റ്യൻസ് അല്ലെ. പക്ഷെ ആ ടോപ്പിക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഇയർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ഇയറിൽ കഴിഞ്ഞ ഇയറിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ടോപ്പിക് എന്ത് ചെയ്യേണ്ടത്? നോക്കണ്ട. ബാക്കി എല്ലാ ടോപ്പിക്കും നമ്മൾ എന്തെങ്കിലും നോക്കാനുണ്ട്? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നോക്കാനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ഓരോ ക്വസ്റ്റ്യൻ വീതം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാം? പോവാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് question number 1. Three bodies are having temperature TA is equal to -42 degree Fahrenheit, TB is equal to -10 degree Celsius, TC is equal to 200 Kelvin. Which body amongst these is most warm? അതിൻ്റെ അകത്ത് ഈ 3 ബോഡി തന്നിട്ടുണ്ട്. 3 ബോഡിയുടെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ഒരെണ്ണം ഫാരൻഹീറ്റിലാണ് തന്നിട്ടുള്ളത്, ഒരെണ്ണം ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിട്ടുള്ളത്, ഒരെണ്ണം കെൽവിനിലാണ് തന്നിട്ടുള്ളത്. നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ? ഇതിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് വാം ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും മോസ്റ്റ് വാം ആയിട്ടുള്ളത് ഏതാന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 എണ്ണത്തിനെയും ഒറ്റ യൂണിറ്റിലാക്കണം അല്ലേ. അതായത് ഇതിപ്പോ 3 ടെമ്പറേച്ചർ സ്കെയിലിലാണ് തന്നിട്ടുള്ളത്. ഇതിനെ എല്ലാത്തിനും ഒരു സ്കെയിലിലാക്കണം. നമുക്ക് ഇനി എല്ലാത്തിനും ഏത് സ്കെയിലിലോട്ട് ആക്കി നോക്കാം? ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലോട്ട് ആക്കി നോക്കാം. നമുക്ക് ഈ 3നെ എന്തിലാക്കി നോക്കാം? ഡിഗ്രി സെൽഷ്യസ് സ്കെയിലിലോട്ട് ആക്കി നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഓരോന്ന് ഇതെടുക്കാം. നമുക്ക് ഫസ്റ്റ് എടുക്കാം. TA is equal to എത്ര തന്നിട്ടുണ്ട്? -42 ഡിഗ്രി ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫാരൻഹീറ്റും എന്താ ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള റിലേഷൻ അറിയാം. ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള റിലേഷൻ എന്തുവാ? T ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയടാ? T ഈക്വൽ ടു 5/9 into F minus 32 എന്ന് പറയാം. ഈ റിലേഷൻ അറിയാലോ. T ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു 5/9 into F minus 32. അപ്പൊ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താവും? 5/9 into F എത്രയാ? -42 -32 എന്ന് വരും. -42 -32 എത്രയാ? -74. അപ്പൊ 5/9 into -74 എന്ന് വരും. 5 into -74 എത്രയാ? -370 divided by 9 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയോ? -41. എന്തിലോട്ട് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്ത്? ഡിഗ്രി സെൽഷ്യസിലോട്ട് അല്ലേ. അപ്പൊ -41 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പൊ -42 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ അത് എത്ര ഡിഗ്രി സെൽഷ്യസാ? -41 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം, ഇത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? -41 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ അല്ലേ? -41 ഡിഗ്രി സെൽഷ്യസ്. ഇനി നമുക്ക് TB എത്ര തന്നിട്ടുണ്ട്? TB ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. TB എത്രയാണ്? അത് ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ്. -10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ TA ഇപ്പൊ -41 ഡിഗ്രി സെൽഷ്യസ് ആയി. TB ഓൾറെഡി -10 ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് തന്നിട്ടുള്ള ആരെയാ? TC ഈക്വൽ ടു 200 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. ഈ കെൽവിനിൽ തന്നതിനെ നമ്മൾ എന്തിലാക്കണം? ഡിഗ്രി സെൽഷ്യസിലാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കെൽവിനിൽ തന്ന ഡിഗ്രി സെൽഷ്യസിലാക്കാൻ നമ്മൾ അവര് തമ്മിലുള്ള റിലേഷൻ എടുക്കും. കെൽവിനും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നറിയാവോ? ഡിഗ്രി സെൽഷ്യസ് T ഈക്വൽ ടു K - 273.15 എന്നാണ്. നമുക്ക് അതിനെ ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു K - 273 എന്ന് ഇടാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടുന്ന് ഡിഗ്രി സെൽഷ്യസ് ഈക്വൽ ടു കെയിൽ എത്രയാണ്? 200 ആണ്. അപ്പൊ 200 - 273 എന്ന് വരും. ഇത് എത്ര കിട്ടും? -73 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. എത്ര കിട്ടും? -73 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പൊ ഓരോന്നും ഇതും പറഞ്ഞ് TA ഡിഗ്രി സെൽഷ്യസിലായപ്പോ എത്രയായിരുന്നു? -41 ഡിഗ്രി സെൽഷ്യസ്. TB എത്ര തന്നെയാണ്? -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. TC എത്രയെന്ന് കിട്ടി? -73 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ഓരോന്നും നമുക്ക് എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി. ഇതിപ്പോ 3 എന്തായി? ഒരു സ്കെയിലിലായി. ടെമ്പറേച്ചർ സ്കെയിലിൽ ഒറ്റ സ്കെയിലിലായി. ഇനി നമുക്കറിയാലോ ഇതിൽ ഏറ്റവും മോസ്റ്റ് വാം ഏതായിരിക്കും? ഓഫ് കോഴ്സ് നമ്മുടെ TB ആയിരിക്കും. TB ഈക്വൽ ടു -10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എന്ത്? മോസ്റ്റ് വാം ബോഡി എന്ന് പറയുന്നത്.
അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, എയും ബി. ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എ എന്തോ പറഞ്ഞിട്ടുള്ള, ഇഫ് ബോഡി എ ആൻഡ് ബോഡി ബി ആർ ഇൻ സ്റ്റേറ്റ് ഓഫ് തെർമൽ ഇക്വിലിബ്രിയം, ബി ആൻഡ് സി ആർ ഇൻ സ്റ്റേറ്റ് ഓഫ് തെർമൽ ഇക്വിലിബ്രിയം, ദെൻ എ ആൻഡ് സി ആർ ഇൻ ഇക്വിലിബ്രിയം. എന്തോ പറഞ്ഞിട്ടുള്ള, എയും ബിയും എന്തിലാടാ? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അതുപോലെ ബിയും സിയും എന്തിലാണ്? തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. എങ്കിൽ എന്തൊക്കെ ഇക്വിലിബ്രിയത്തിലായിരിക്കും? എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാകുമെന്ന എന്ത് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എ പറഞ്ഞിട്ടുള്ള. ഇത് കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് എന്തായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? ഈ സ്റ്റേറ്റ്മെന്റിനെ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ എന്തായിട്ട് പഠിക്കുന്നത്? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പഠിക്കുന്നത് അല്ലെ? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ് പഠിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താടാ? കറക്റ്റ് ആണ്. എ എന്താണ്? കറക്റ്റ് ആണ്. ബി വായിച്ചോക്കെ. ഇഫ് ബോഡി എ ആൻഡ് ബോഡി ബി ആർ നോട്ട് ഇൻ ഇക്വിലിബ്രിയം. എയും ബിയും എന്തിലല്ല? ഇക്വിലിബ്രിയത്തിലല്ല. എയും സിയും എന്തിലല്ല? ഇക്വിലിബ്രിയത്തിലല്ല. then ബി ആൻഡ് സി മേ ബി ഇൻ തെർമൽ ഇക്വിലിബ്രിയം. അങ്ങനെയല്ല നമുക്ക് പറയാൻ പറ്റും. എയും ബിയും ഇക്വിലിബ്രിയത്തിലല്ല, എയും സിയും ഇക്വിലിബ്രിയത്തിലല്ല. എങ്കിൽ ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാവാന്നൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ? റോങ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ. ഓൺലി എ ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് എ മാത്രമാണ് എന്താ? കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ആൻസർ ഏതാടാ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? Question number 3. The reading of centigrade thermometer coincides with that of Fahrenheit thermometer in a liquid. The temperature of the liquid is. എന്തോ പറഞ്ഞിട്ടുള്ള സെന്റിഗ്രേഡ് തെർമോമീറ്റർ അതായത് ഡിഗ്രി സെൽഷ്യസും ഫാരനീറ്റ് തെർമോമീറ്റർ അതായത് ഫാരനീറ്റ് ഡിഗ്രി ഫാരനീറ്റും എന്താണ്? രണ്ടും കോയിൻസൈഡ് ചെയ്യുന്ന രണ്ടിന്റെ വാല്യൂ എന്താണ്? ഒന്നാണെന്നാ പറയുന്നത്. അപ്പൊ സി ഈക്വൽ ടു എഫ് ഈക്വൽ ടു എന്താണ്? എക്സ് ആണ് നമുക്ക് എടുക്കാം. ഒരു വാല്യൂ ആണ്, രണ്ടും കോയിൻസൈഡ് ചെയ്തു. അപ്പൊ രണ്ടിന്റെ വാല്യൂ സെയിം ആണ്. സി ഈക്വൽ ടു എഫ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കാടാ? എക്സ് ആയിട്ട് എടുക്കാം. എങ്കിൽ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ആ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ രണ്ടും കോയിൻസൈഡ് ചെയ്യുന്ന ആ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതും? സിയും എഫും തമ്മിലുള്ള റിലേഷൻ എഴുതും. സിയും എഫും തമ്മിലുള്ള റിലേഷൻ എഴുതും. സിയും എഫും തമ്മിലുള്ള റിലേഷൻ എന്തുവാ പറഞ്ഞേ? സി ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് എഴുതാം? 5/9 ഇൻറ്റു എഫ് മൈനസ് 32 അല്ലേ? ഇവിടെ നമുക്ക് C/5 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? എഫ് മൈനസ് 32 ഡിവൈഡ് ബൈ 9 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇനി രണ്ടിന് എന്തിട്ട് കൊടുക്കാം? എക്സ് ഇട്ട് കൊടുക്കാം. സി ഈക്വൽ ടു എഫ് ഈക്വൽ ടു എന്തെന്നിട്ട് കൊടുക്കാം? എക്സ് എന്നിട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും? x/5 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. വരത്തില്ലേടാ? ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 9x ഈസ് ഈക്വൽ ടു 5x മൈനസ് 32 ഇൻറ്റു 5 എന്ന് വരും. നമുക്ക് അതിന് 32 ഇൻറ്റു 5 എന്ന് എഴുതാം. പിന്നെ അത് വെട്ടിക്കളയാം. ഇവിടെ നമുക്ക് 32 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടാം? 5x മൈനസ് 9x എന്ന് കിട്ടും. അത് എത്ര വരും ഇവിടെ? മൈനസ് 4x എന്ന് വരും. ഇവിടുന്ന് x ഈക്വൽ ടു എന്തെന്ന് വരും? 32 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ മൈനസ് 4 എന്ന് വരും. ഈ 4ഉം 32 വെട്ടി ഇവിടെ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഇത് എത്ര വരും? മൈനസ് 8 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു മൈനസ് 14 ഡിഗ്രി എന്തെന്ന് കിട്ടും? സെൽഷ്യസ് എന്ന് കിട്ടും. അല്ലെങ്കിൽ 14 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് കിട്ടും അല്ലെ? അപ്പൊ എന്താ വരുന്നത്? മൈനസ് 14 ഡിഗ്രി. അപ്പൊ ആൻസർ എന്തോ വരും ഇവിടെ? ഓപ്ഷൻ A is the right answer. Clear അല്ലേ? Next question. Question number 4. If a thermometer reads freezing point of water as 20 degrees Celsius. ഒരു തെർമോമീറ്റർ ഏതോ ഒരു തെർമോമീറ്റർ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് എത്രയാണ്? 20 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടും അതിന്റെ ബോയിലിംഗ് പോയിന്റ് 150 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് റീഡ് ചെയ്തു. എങ്കിൽ ഹൗ മച്ച് തെർമോമീറ്റർ റീഡ് വെൻ ദ ആക്ച്വൽ ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ്. ആക്ച്വൽ ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് എത്ര റീഡ് ചെയ്യും? അതായത് എന്താ ഈ ഒരു തെർമോമീറ്റർ ഇതിപ്പോ എ എന്ന് പറയുന്ന തെർമോമീറ്റർ എത്ര റീഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഏതൊരു ഇൻസ്ട്രുമെന്റ് ആവട്ടെ അവിടെ എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കും ഇടാം? റീഡിങ് ഓൺ എനി സ്കെയിൽ. ആ സ്കെയിലിന്റെ റീഡിങ് ഓൺ എനി സ്കെയിൽ മൈനസ് അതിന്റെ ഫ്രീസിംഗ് പോയിന്റ്, അതാണ് ലോവസ്റ്റ് ഫിക്സഡ് പോയിന്റ്, ഡിവൈഡഡ് ബൈ അതിന്റെ ബോയിലിംഗ് പോയിന്റ്, അല്ലെങ്കിൽ നമുക്ക് എഴുതാം അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ്. എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതെന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ? ഇവിടെ നമുക്ക് രണ്ട് തെർമോമീറ്റർ ഇല്ല. അപ്പൊ രണ്ട് തെർമോമീറ്ററും കൂടെ എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. ചെയ്തൂടെ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? റീഡിങ് അതിപ്പോ നമുക്ക് എത്രയായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. എക്സ് മൈനസ് എന്തെന്ന് വരും? അതിന്റെ ലോവസ്റ്റ് ഫിക്സഡ് പോയിന്റ് എത്രയാ? 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ 20 ഡിവൈഡഡ് ബൈ അതിന്റെ അപ്പർ ഫിക്സഡ് പോയിന്റ് എത്രയാ? 150 മൈനസ്
അതിന്റെ ലോ ഫിക്സഡ് പോയിന്റ് എത്ര 20 ഈസിക്കൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം നമ്മുടെ ആക്ച്വൽ തെർമോമീറ്ററിന്റെ ആയിട്ട് എഴുതിക്കൂടെ അത് എത്ര വരും ആക്ച്വൽ തെർമോമീറ്റർ ആകുമ്പോൾ അതിന്റെ റീഡിങ് എത്ര തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് 60 മൈനസ് ഒരു ആക്ച്വൽ തെർമോമീറ്റർ ഡിഗ്രി സെൽഷ്യസിന്റെ ഒരു തെർമോമീറ്ററിൽ ലോവസ്റ്റ് ഫിക്സഡ് പോയിന്റ് എത്രയായിരിക്കും അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അപ്പൊ എനിക്ക് അവിടെ എഴുതാം 0 ഡിവൈഡഡ് ബൈ അതിന്റെ അപ്പർ ഫിക്സഡ് പോയിന്റ് എത്രയായിരിക്കും അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അപ്പൊ 100 മൈനസ് എന്തെന്ന് എഴുതാം 0 എന്ന് എഴുതാം ഓക്കെ അല്ലേ ഇനി ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്താൽ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടൂലേ എക്സ് മൈനസ് 20 ഡിവൈഡഡ് ബൈ 130 ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും 16 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും ഓക്കെ അല്ലേ ഈ ഒരു സീറോയും ഈ സീറോയും എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്ത് പോകും ഈ സീറോയും ക്യാൻസൽ ചെയ്ത് പോകും എക്സ് മൈനസ് 20 ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും 13 into 6 എന്ന് കിട്ടും 13 into 6 എന്ന് കിട്ടും 13 into 6 എന്ന് പറയുമ്പോൾ എത്രയാ 18 78 എന്ന് കിട്ടും ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എത്ര കിട്ടും 78 plus 20 എന്ന് വരും ഈക്വൽ ടു എത്ര വരും ഇവിടെ 98 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും 98 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും അപ്പൊ ആൻസർ ഏത് വരും ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഏത് രണ്ട് സ്കെയിൽ തന്നാലും നമുക്ക് എന്ത് ചെയ്യാം കമ്പയർ ചെയ്യാൻ അറിയില്ല അതിന്റെ ഇക്വേഷൻ എന്താ റീഡിംഗ് ഓൺ എനി സ്കെയിൽ മൈനസ് ലോവസ്റ്റ് ഫിക്സഡ് പോയിന്റ് divided by upper fixed point minus lowest fixed point is equal to എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും ഇത് എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ അല്ലേ question number 5 a centigrade and Fahrenheit thermometer are dipped in boiling water the water temperature is lowered until the Fahrenheit thermometer registers a temperature of 140 degree Fahrenheit. The fall of temperature is registered by the centigrade thermometer is fall of temperature ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ ഒരു സെന്റിഗ്രേഡും ഒരു ഫാരൻഹീറ്റും രണ്ട് തെർമോമീറ്റർ എന്ത് ചെയ്യുക ബോയിലിംഗ് വാട്ടർ ഡിപ്പ് ചെയ്തിട്ട് വെക്കുമായിരുന്നു വാട്ടർ ടെമ്പറേച്ചർ എന്ത് ചെയ്തു ലോവറിങ് ചെയ്തു എപ്പോ വരെ ഫാരൻഹീറ്റ് തെർമോമീറ്റർ 140 ഡിഗ്രി ഫാരൻഹീറ്റ് കാണിക്കുന്നവരെ എന്ത് ചെയ്തു ആ ടെമ്പറേച്ചർ ലോവർ ചെയ്തെങ്കിൽ fall of temperature ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം ഫാരൻഹീറ്റ് 140 ഡിഗ്രി വരെ ലോവർ ചെയ്തപ്പോൾ ഉള്ള ഡിഗ്രി സെൽഷ്യസ് എന്ത് ചെയ്യണം ആദ്യം കണ്ടുപിടിക്കണം എന്നിട്ട് ബോയിലിംഗ് ചെയ്യുമ്പോൾ അത് എത്രയായിരിക്കും 100 ഡിഗ്രി ആയിരിക്കും അതിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി ഇപ്പോൾ ഉള്ള ഡിഗ്രി സെൽഷ്യസ് കുറച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം ഫാളിംഗ് ടെമ്പറേച്ചർ കിട്ടും അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം ഡിഗ്രി സെൽഷ്യസ് കണ്ടുപിടിക്കണം ഇപ്പോൾ ഉള്ള 140 ഡിഗ്രി ഫാരൻഹൈറ്റ് ആകുമ്പോൾ ഉള്ള ഡിഗ്രി സെൽഷ്യസ് കണ്ടുപിടിക്കാം അപ്പൊ നമുക്ക് എഴുതാം C/5 is equal to F minus 32 divided by 9 എന്ന് എഴുതാം ഓക്കെ അല്ലേ that is C/5 is equal to F എത്രയാ 140 minus 32 divided by 9 എന്ന് കിട്ടും 140 minus 32 എത്ര കിട്ടും 108 divided by 9 എന്ന് വരും ഓക്കെ അല്ലേ 108 divided by 9 എന്ന് പറയുമ്പോൾ എത്രയാണ് 12 into 9 ആണ് 108 അപ്പൊ 12 എന്ന് കിട്ടും that is C/5 is equal to എത്ര കിട്ടി 12 എന്ന് കിട്ടി അപ്പൊ C equal to എത്ര കിട്ടുവാടാ 16 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി C equal to എത്ര കിട്ടി 16 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടി ഓക്കെ അല്ലേ ഇതാണ് 140 ഡിഗ്രി ഫാരൻഹീറ്റ് ആയിട്ടുള്ള എന്താ ടെമ്പറേച്ചർ ഇനി ഫാളിംഗ് ടെമ്പറേച്ചർ ആണ് എന്ത് ചെയ്താൽ മതി ഫാളിംഗ് ടെമ്പറേച്ചർ is equal to ഇനിഷ്യലി ബോയിൽ ചെയ്യുമ്പോൾ എത്രയാ 100 ഡിഗ്രി സെൽഷ്യസ് അല്ലേ അപ്പൊ 100 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 16 ഡിഗ്രി സെൽഷ്യസ് is equal to എത്ര കിട്ടുവാടാ 14 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും അപ്പൊ എത്ര ടെമ്പറേച്ചർ ഫാൾ ചെയ്തത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓക്കെ അല്ലേ അപ്പൊ ആൻസർ ഏത് വരും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ question number 6 two temperature scales A and B are related by A minus 42 divided by 110 is equal to B minus 72 divided by 220 at which temperature two scales have the same reading ഏത് ടെമ്പറേച്ചറിലാണ് രണ്ട് സ്കെയിലിന് എന്തുണ്ടാവുന്നത് സെയിം റീഡിംഗ് വരുന്ന ക്വസ്റ്റ്യൻ അല്ലേ അപ്പൊ നമുക്ക് പറയാലോ ഇവിടെ രണ്ട് ടെമ്പറേച്ചറിനും സെയിം റീഡിംഗ് വരുവാന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കണം എയും ബിയും എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം അല്ലെ അതായത് രണ്ട് സ്കെയിലിന് സെയിം റീഡിംഗ് വരുവാന്ന് പറഞ്ഞാൽ എ എന്തായിരിക്കും ബിക്ക് ഈക്വൽ ആയിരിക്കും അത് നമുക്ക് ഏതായിട്ട് എടുക്കാം എയും ബി ഈക്വൽ ആയിരിക്കും അത് എക്സ് എന്ന് നമുക്ക് പറഞ്ഞെടുക്കാം എക്സ് എന്നും പറഞ്ഞ് എടുക്കാം ഇനി നമുക്ക് ആ എക്സ് കണ്ടുപിടിച്ചാൽ പോരെ മതി അപ്പൊ നമുക്ക് ഈ റിലേഷൻ ഒന്ന് എഴുതാം a minus 42 divided by 110 is equal to b minus 72 divided by 220 എന്ന് എഴുതാം ഓക്കെ അല്ലേ ഇവിടെ നമുക്ക് ഇനി എക്സ് ഇട്ട് കൊടുത്താൽ x minus 42 divided by 110 is equal to x minus 72 divided by 220 എന്ന് വരും ഈ 110 220 വെട്ടി ഇവിടെ എത്ര കിട്ടും 2 എന്ന് കിട്ടും ഓക്കെ അല്ലേ അപ്പൊ x minus 42 is equal to x minus 72 divided by എന്തെന്ന് കിട്ടും 2 എന്ന് കിട്ടും ഇനി 2 ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ അപ്പൊ 2x minus 42 into 2 എത്ര കിട്ടും 84 is equal to x minus 72 എന്ന് കിട്ടും ഈ എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന 2x minus x is equal to minus 72 plus 84 എന്ന് കിട്ടും ദാറ്റ് ഈസ് ഇവിടെ എത്ര കിട്ടൂടാ x is equal to 84 minus 72 എത്ര വരും
12 ഡിഗ്രി എന്തെന്ന് കിട്ടും 12 ഡിഗ്രി കിട്ടും. അപ്പൊ x ഇസിക്കൽ ടു എത്ര ഇട്ടൂടാ 12 ഡിഗ്രി കിട്ടും. അപ്പൊ ആൻസർ ഏതാ ഓപ്ഷൻ സി ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? Question number 7. Oxygen boils at minus 183 degrees Celsius. The temperature is approximately in Fahrenheit T. അപ്പൊ ഡിഗ്രി സെൽഷ്യസിൽ തന്നിട്ടുണ്ട്, നമുക്ക് ഫാരനീറ്റ് ഉള്ളത് കണ്ടുപിടിക്കാം. ഡിഗ്രി സെൽഷ്യസും ഫാരനീറ്റും തമ്മിലുള്ള റിലേഷൻ എന്തുവാ? C/5 F-32 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും അല്ലെ. ഇവിടെ സി എത്രയാണ്? -183 ആണ്. അപ്പൊ -183 ഡിവൈഡ് ബൈ 5 F-32 ഡിവൈഡ് ബൈ എത്രയെന്ന് കിട്ടും? 9 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? F-32 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? -183 into 9 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. ഇനി പറ 183 into 9 എത്ര കിട്ടും? 183 into 9 എത്ര കിട്ടും? 3 9s are 27 2 8 9s are എത്രയാ? 8 9s are 72 72 2 കൂടെ എത്ര കിട്ടും? ഇവിടെ 74 വരും, പിന്നെ ഒരു 7 1 9 പ്ലസ് 7 എത്ര കിട്ടും? 16 എന്ന് കിട്ടും. അപ്പൊ F-32 is equal to -1647 ഡിവൈഡ് ബൈ എത്രയെന്ന് കിട്ടും? 5 എന്ന് കിട്ടും അല്ലെ. ഇവിടെ നിന്ന് F is equal to എത്ര കിട്ടും? -1647 ഡിവൈഡ് ബൈ 5 പ്ലസ് 32 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ അറൗണ്ട് എത്ര കിട്ടുമായിരിക്കും? 1647 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടുമായിരിക്കും? ചെയ്ത് നോക്കി. നമുക്ക് 3 5s are എത്ര വരും? 15 എന്ന് വരും, പിന്നെ ഒരു 14 വരും. അപ്പൊ എത്ര കിട്ടും? ഒരു 2 5s are 10 വരും, പിന്നെ ഒരു 47 വരും. അപ്പൊ 9 5s are 45. അപ്പൊ നമുക്ക് അറൗണ്ട് എത്ര കിട്ടും? -329 പ്ലസ് 32 എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഈ 329 32 പോയാൽ എത്രയാ? -297 സംതിങ് എന്നല്ലേ കിട്ടുന്നത്. അപ്പൊ ആൻസർ ചെയ്ത് വരുവാടാ -297 ഡിഗ്രി ഫാരനീറ്റ് എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ചെയ്താ ഓപ്ഷൻ ഡി ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 8. If absolute zero is -273.15 degrees Celsius on Celsius temperature scale, then the absolute zero on the Fahrenheit scale is. അപ്പൊ absolute zero ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ സ്കെയിലിൽ എത്രയാണ്? -273.15 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഫാരനീറ്റ് സ്കെയിലിലെ absolute zero എത്രയാണെന്ന് കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? C/5 എന്താ നമുക്കറിയാം? F-32 ഡിവൈഡ് ബൈ 9 ആണെന്ന് അറിയാം. ഇതിന്റെ അബ്സല്യൂട്ട് സീറോ അല്ലേ കണ്ടുപിടിക്കണേ. ഇനി ഇതിന്റെ അബ്സല്യൂട്ട് സീറോ ആകുമ്പോൾ ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ തന്നിട്ടില്ലേ? എത്രയാ? -273.15. അതങ്ങ് ഇട്ട് കൊടുത്താൽ അപ്പോൾ എഫ് കിട്ടത്തില്ലേ? അത് തന്നെ ആയിരിക്കും എന്താ അബ്സല്യൂട്ട് സീറോയിലെ ഫാരനീറ്റിൻ്റെത്. കാരണം ഈ ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുള്ള എപ്പോഴുള്ള അബ്സല്യൂട്ട് സീറോയിലുള്ള ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുള്ള അബ്സല്യൂട്ട് സീറോയിലെ ഫാരനീറ്റ് കണ്ടുപിടിക്കാൻ ഈ റിലേഷനിൽ ഈ ഡിഗ്രി സെൽഷ്യസിന്റെ ഈ വാല്യൂ ഇട്ട് കൊടുത്താൽ പോരെ. അപ്പം -273.15 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? F-32 ഡിവൈഡ് ബൈ 9 എന്ന് കിട്ടും അല്ലെ. ഇവിടുന്ന് F-32 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 9 into -273.15 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. അപ്പൊ F-32 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 9 into -273.15 ഡിവൈഡ് ബൈ 5 എന്ന് കിട്ടില്ലേ. 9 into -273.15 എത്ര കിട്ടുമെന്ന് അറിയാമോ? 2458.35 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എത്ര വരും? 5 എന്ന് വരും. ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് അറൗണ്ട് 4191 എന്ന് കിട്ടും. എത്ര കിട്ടും? 491 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് F-32 ഈക്വൽ ടു എത്ര കിട്ടാം? 491 എന്ന് കിട്ടും. അപ്പൊ F ഈക്വൽ ടു എത്ര കിട്ടും? ഇവിടെ 491 ഇവിടെ ഒരു മൈനസ് ഇല്ലേ? അപ്പൊ ഈ മൈനസ് ഉണ്ട്. അപ്പൊ -491 പ്ലസ് എന്തെന്ന് വരും? 32 എന്ന് വരും. അപ്പൊ അത് എത്ര കിട്ടും? ഇവിടെ മൈനസ് ഈ ഒരു 491 32 പോയ എത്ര കിട്ടും? -459 സംതിങ് എന്ന് കിട്ടും അല്ലെ. അപ്പൊ ആൻസർ ഏത് വരും? -459.67 ഡിഗ്രി ഫാരനീറ്റ് എന്ന് വരും. ഓക്കെ അല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്തോ തന്നിട്ടുള്ള അബ്സല്യൂട്ട് സീറോയിലുള്ള ഡിഗ്രി സെൽഷ്യസ് തന്നു. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? അബ്സല്യൂട്ട് സീറോയിലുള്ള ഫാരനീറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? ആ ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷനിൽ എന്ത് ചെയ്തു? ഡിഗ്രി സെൽഷ്യസിന്റെ അവിടെ വാല്യൂ ഇട്ട് കൊടുത്ത് എന്നിട്ട് എന്ത് ചെയ്തു? ഫാരനീറ്റ് കണ്ടുപിടിച്ചു. അപ്പൊ എത്ര കിട്ടി ആൻസർ? -459.67 ഡിഗ്രി ഫാരനീറ്റ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? Question number 9. The temperature of a body is 95 degree Fahrenheit. What will be the reduction at Celsius scale? Celsius scale എത്രയായിരിക്കും എന്നാ ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് എഴുതുന്ന? നേരത്തെ എഴുതിയ അതേ ഇക്വേഷൻ നമ്മൾ എഴുതും അല്ലെ. എന്താ? C/5 ഈസ് ഈക്വൽ ടു എന്തെന്ന് വരുവാ? F-32 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും. നമുക്ക് സി അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സി അല്ല, എന്താ കണ്ടുപിടിക്കേണ്ടത്? ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ഈസ് 95 ഡിഗ്രി ഫാരനൈറ്റ്. 95 ഡിഗ്രി ഫാരനൈറ്റ് ആണ് തന്നിട്ടുണ്ട്. നമുക്ക് സി ആണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പൊ ഇവിടുന്ന് സി ഈക്വൽ ടു എത്ര കിട്ടും 5/9 ഇൻറ്റു എന്തെന്ന് വരൂടാ എഫ് മൈനസ് 32 എന്ന് വരും ഈസിക്കൽ ടു 5/9 ഇൻറ്റു എഫ് എത്രയാ 95 മൈനസ് എന്ത് വരും 32 എന്ന് വരും ഈസിക്കൽ ടു 5/9 ഇൻറ്റു 95 മൈനസ് 32 എത്ര കിട്ടും 63 എന്ന് കിട്ടും ഓക്കെ അല്ലേ 63 എന്ന് വരും ഈ 9 63യുടെ വെട്ടി എത്ര കിട്ടൂടാ ഇവിടെ 7 എന്ന് കിട്ടും അപ്പൊ 5 ഇൻറ്റു 7 ഈസിക്കൽ ടു എത്ര വരും 35 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും എത്ര വരും ഇവിടെ 35 ഡിഗ്രി സെൽഷ്യസ് എന്ന് വരും അപ്പൊ ആൻസർ ചെയ്താ ഓപ്ഷൻ ഡി ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് question number 10 a faulty thermometer has its fixed point marked as 5 degree and 95 degree Celsius. The temperature of a body as measured by the faculty thermometer is 59 degrees Celsius. The correct temperature of the body on the Celsius scale is രണ്ട് സ്കെയിലിനെ തമ്മിൽ എന്ത് ചെയ്യുക കമ്പയർ ചെയ്യുമല്ലേ രണ്ട് സ്കെയിലിനെ തമ്മിൽ എന്ത് ചെയ്യുക കമ്പയർ ചെയ്യുവാണ് അപ്പൊ നമ്മൾ എങ്ങനെ ഇതിന്റെ റിലേഷൻ എഴുതുന്നത് നമുക്ക് എക്സ് ആണ് എന്ത് റീഡിങ് ഓൺ ദ സ്കെയിൽ എന്ന് എടുക്കാം എക്സ് എന്തെന്ന് എടുക്കാം റീഡിങ് ഓൺ ദ സ്കെയിൽ എന്ന് എടുക്കാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് മൈനസ് അവിടുത്തെ ലോവസ്റ്റ് ഫിക്സഡ് പോയിന്റ് എത്രയാണ് 5.95 ഫിക്സഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലോവസ്റ്റ് ഫിക്സഡ് പോയിന്റ് എത്രയാ 5 ആണ് അപ്പൊ എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ പിന്നെ എന്താ അപ്പർ ഫിക്സഡ് പോയിന്റ് എത്രയാ 95 മൈനസ് 5 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റൂടാ ഡിഗ്രി സെൽഷ്യസിൽ എഴുതിക്കൂടെ അപ്പൊ ഡിഗ്രി സെൽഷ്യസിൽ സി മൈനസ് സെൽഷ്യസ് സ്കെയിലിന്റെ എന്താ ലോവസ്റ്റ് ഫിക്സഡ് പോയിന്റ് എത്ര 0 ആണ് ഡിവൈഡഡ് ബൈ അപ്പർ ഫിക്സഡ് പോയിന്റ് എത്ര 100 ആണ് മൈനസ് എന്തെന്ന് വരും 0 എന്ന് വരും അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എത്രയെന്ന് വരും 95 മൈനസ് 5 എത്ര കിട്ടും 90 എന്ന് കിട്ടും ഈസിക്കൽ ടു സി ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും ഓക്കെ അല്ലേ ഓക്കെ ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെമ്പറേച്ചർ ഓഫ് എ ബോഡി ഈസ് മെഷേർഡ് ബൈ ദ ഫാക്കൽറ്റി തെർമോമീറ്റർ ഈസ് 59 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ എക്സ് എന്ന് പറയുന്ന റീഡിംഗ് എത്ര തന്നിട്ടുണ്ട് 59 ഡിഗ്രി സെൽഷ്യസ് ആണ് പറഞ്ഞിട്ടുണ്ട് സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് എഴുതാം എക്സ് ഈക്വൽ ടു എത്രയാണ് 59 ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പൊ 59 മൈനസ് 5 ഡിവൈഡഡ് ബൈ 90 ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും ദാറ്റ് ഈസ് 54 ഡിവൈഡ് ബൈ 90 ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ 100 ഇവിടെ നമുക്ക് എന്തൊക്കെ വെട്ടിക്കളയാം ഒരു സീറോയും എന്ത് ചെയ്യണം വെട്ടിക്കളയാം ഇവിടുന്ന് സി ഈക്വൽ ടു എത്ര കിട്ടും 540 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും 540 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും ഈ 9 ഉം 54 വെട്ടി എത്ര കിട്ടും 6 എന്ന് കിട്ടും അപ്പൊ ഇത് എത്ര കിട്ടും 16 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും എത്ര കിട്ടും 60 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും അപ്പൊ ആൻസർ ഏത് വരും ഓപ്ഷൻ ബി ദ റൈറ്റ് ആൻസർ ഓക്കെ അല്ലേ നെക്സ്റ്റ് question number 11 on a new scale of temperature which is linear and called the W scale, the freezing and boiling points of water are 39 degree watt and 239 degree W respectively. What will be the temperature on the new scale corresponding to a temperature of 39 degree Celsius of the Celsius scale? അപ്പൊ നമുക്ക് എന്താ ഇവിടെ രണ്ടിതിനെ തമ്മിൽ എന്ത് ചെയ്യാം കമ്പയർ ചെയ്യുമല്ലേ അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു റീഡിങ് ഓൺ ദ സ്കെയിൽ മൈനസ് the lower fixed point divided by upper fixed point minus lower fixed point is equal to constant അല്ലേ അപ്പൊ ഇവിടെ നമുക്ക് എഴുതുന്നത് എങ്ങനെ പറയാം ഇവിടുത്തെ റീഡിംഗ് എത്രയാണെന്ന് തന്നിട്ടുള്ളത് വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ ഓൺ ദ ന്യൂ സ്കെയിൽ കറസ്പോണ്ടിങ് ടു ടെമ്പറേച്ചർ ഓഫ് 39 ഡിഗ്രി സെൽഷ്യസ് ഓഫ് ദ സെൽഷ്യസ് സ്കെയിൽ അപ്പൊ ന്യൂ സ്കെയിലിന്റെ എന്താ കണ്ടുപിടിക്കേണ്ടത് W ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ അപ്പൊ നമുക്ക് എഴുതാം ന്യൂ സ്കെയിലിന്റെ W തന്നെ എടുക്കാം W മൈനസ് അതിന്റെ ലോവസ്റ്റ് ഫിക്സഡ് പോയിന്റ് എത്രയാ അതിന്റെ ഫ്രീസിംഗ് പോയിന്റ് അല്ലേ അത് എത്രയാ 39 ആണ് 39 ഡിവൈഡഡ് ബൈ അവിടുത്തെ അപ്പർ ഫിക്സഡ് പോയിന്റ് എത്രയാ 239 മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് എത്രയാ 39 അല്ലേ ഈക്വൽ ടു എത്രയെന്ന് കിട്ടുവാടാ ഇവിടെ എത്ര വരും ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ ആവുമ്പോൾ എത്ര വരും ഡിഗ്രി സെൽഷ്യസിലെ എന്താ ടെമ്പറേച്ചർ റീഡിംഗ് എത്രയാ 39 ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പൊ 39 മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് എത്രയാ 0 അല്ലേ 0 ഡിവൈഡഡ് ബൈ അപ്പർ ഫിക്സഡ് പോയിന്റ് എത്രയാ 100 ആണ് 100 മൈനസ് എത്രയെന്ന് വരും 0 എന്ന് വരും ഓക്കെ അല്ലേ ഓക്കെ അപ്പൊ ഇത് എത്ര കിട്ടുവാടാ W മൈനസ് 39 ഡിവൈഡഡ് ബൈ 200 ഈസ് ഈക്വൽ ടു 39 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും ഇതും വെട്ടിക്കളഞ്ഞാൽ 2 എന്ന് കിട്ടും W മൈനസ് 39 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 39 എത്ര കിട്ടും 78 എന്ന് കിട്ടും W ഈസ് ഈക്വൽ ടു എത്ര കിട്ടും 78 പ്ലസ് 39 എന്ന് വരും is equal to 117 degree W എന്ന് കിട്ടും അല്ലെ ഇപ്പൊ W is equal to എത്രയെന്ന് കിട്ടും 117 degree എന്ന് കിട്ടും അല്ലെ what will be the temperature on the new scale
കറസ്പോണ്ടിങ് ടു ടെമ്പറേച്ചർ ഓഫ് 39 ഡിഗ്രി സെൽഷ്യസ്. സെൽഷ്യസ് സ്കെയിലിൽ 39 ഡിഗ്രി സെൽഷ്യസിന് ന്യൂ സ്കെയിലിന്റെ ഏത് ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നത്? 117 ഡിഗ്രി ഡബ്ല്യു ആയിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത് അല്ലേ? അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി റൈറ്റ്. Question number 12. If A is the coefficient of linear expansion, B is the coefficient of areal expansion, C is the coefficient of volume expansion, which of the following is true? ഇതിന്റെ അകത്ത് ഏതാണ് ട്രൂ ആവുന്നത്? ലീനിയർ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ് എ ആണെങ്കിൽ എ ഈക്വൽ ടു എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ബി ആണെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ? എ ഈക്വൽ ടു എന്താണ്? b/3 ആണ്. b/3 അല്ല, b/2 ആണ് അല്ലെ? ഇനി വോളിയം ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ സി ആണെങ്കിൽ അതും എയും തമ്മിലുള്ള റിലേഷൻ എന്താ? c/3 ആണ് എന്താ? എ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ഇതാണ് ഇവര് മൂന്നുപേരും കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. നമ്മൾ ആൽഫ ബീറ്റ ഗാമ വെച്ചത് പഠിച്ചിട്ടുണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ/2 ഈസ് ഈക്വൽ ടു ഗാമ/3. ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വരും? എ ഈക്വൽ ടു b/2 ഈക്വൽ ടു c/3 എന്ന് വരും. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 2a എന്ന് എഴുതാം. എഴുതിക്കൂടെ? ബി ഈക്വൽ ടു 2a എന്ന് എഴുതാം. അതുപോലെ തന്നെ സി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 3a എന്ന് എഴുതാം. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ സി ഈക്വൽ ടു എത്രയെന്ന് എഴുതാം? 3a എന്ന് എഴുതാം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നത്? ബി ഈക്വൽ ടു 2c വരുമോ? ഇല്ല. ബിയും സിയും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ വരുന്നത്? ഇത് നമ്മൾ എടുക്കുമ്പോൾ 3b ഈക്വൽ ടു 2c എന്നാ വരുന്നത്. അത് ഓപ്ഷനിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് ആൻസർ അല്ല. ഇനി ബി ഈക്വൽ ടു 3 എന്ന് വരുമോ? ഇല്ല. ബി ഈക്വൽ ടു എത്രയെന്ന് വരുന്നത്? 2a എന്ന് വരുന്നത്. അപ്പൊ ഇത് ആൻസർ അല്ല. സി ഈക്വൽ ടു 3 അതെന്തോ കറക്റ്റ് ആണ്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. സി ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 3a എന്ന് കിട്ടും. എ ഈക്വൽ ടു 2b എന്നാണ് കിട്ടുന്നല്ല. എന്താണ്? ബി ഈക്വൽ ടു 2a എന്നായിരുന്നു. അപ്പൊ ഇത് എന്തല്ല? ആൻസർ അല്ല. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. Question number 30. Coefficient of cubical expansion of water is 0 at. അതായത് ക്യൂബിക്കൽ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ്, വാട്ടറിന്റെ കോഎഫിഷ്യന്റ് 0 ആവുന്ന എപ്പോഴാണ്? എപ്പോഴായിരുന്നു കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ഈസ് 0 അറ്റ് എപ്പോഴാണ്? 4 ഡിഗ്രി സെൽഷ്യസിലാണ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്താവുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ 0 ആവുന്നത്. കാരണം എന്താ? ഡെൻസിറ്റി ഓഫ് വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസിലാണ് എന്താവുന്നത്? മാക്സിമം ആവുന്നത്. ടെസ്റ്റിലെ പോയിന്റിലെ ഡെൻസിറ്റി ഓഫ് വാട്ടർ at 4 degree Celsius is maximum. 4 degree Celsius density and the maximum. അതുകൊണ്ട് തന്നെ ക്യൂബിക്കൽ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ്, വാട്ടറിന്റെ കോഎഫിഷ്യന്റ് 0 ആവുന്ന എപ്പോഴായിരിക്കും? 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. Question number 14. As the temperature is increased, the time period of the pendulum. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ടൈം പീരീഡിന് എന്ത് സംഭവിക്കുന്ന ക്വസ്റ്റ്യൻ. ടൈം പീരീഡിന്റെ റിലേഷൻ എന്താ? ടൈം പീരീഡ് ഓഫ് ദി സിമ്പിൾ പെൻഡുലം ഇൻ ദ ഇക്വേഷൻ t is equal to 2π into root L/g അല്ലെ? ഇതാണ് നമ്മുടെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ വെച്ച് പറയാം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും പറഞ്ഞേ? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ത് ചെയ്യടാ? ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇൻക്രീസ് ചെയ്യും. is equal to L alpha delta t ആണ്. അപ്പൊ ലെങ്ത് ഓഫ് ദ പെൻഡുലം എന്ത് ചെയ്യടാ? ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പെൻഡുലത്തിന്റെ ലെങ്ത് എന്താവും? ഇൻക്രീസ് ആവും. അങ്ങനെ ലെങ്ത് ഇൻക്രീസ് ആയാൽ ഈ ഇക്വേഷനിൽ നിന്ന് പറയാം, ലെങ്ത് ഇൻക്രീസ് ആയാൽ ടൈം പീരീഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും അല്ലെ? അപ്പൊ ടൈം പീരീഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. അല്ലാതെ നമുക്ക് എങ്ങനെ പറയാം? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പെൻഡുലത്തിന്റെ ഒരു ബോബ് ഇല്ലേ, ഇങ്ങനെയുള്ള ഒരു ബോബ്, ആ ബോബ് എന്ത് ചെയ്യോടാ? യൂണിഫോംലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. എല്ലാ ഡയറക്ഷനിലും എന്ത് ചെയ്യും? യൂണിഫോംലി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും അല്ലെ? ഇങ്ങനെ ഇൻക്രീസ് ചെയ്താലും ഇത് എല്ലാ ഡയറക്ഷനിലും ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ സെന്റർ ഓഫ് മാസ് സെന്ററിൽ ഇരിക്കുന്നത്, ആ സെന്റർ ഓഫ് മാസിന് എന്തെങ്കിലും പറ്റുമോ? ഇല്ല. സെന്റർ ഓഫ് മാസ് എന്തായിട്ടിരിക്കും? ഇങ്ങനെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ബോബ് എല്ലാ ഡയറക്ഷനിലും ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിങ്ങനെ സ്പെറിക്കൽ ആയിട്ട് തന്നെ ഇൻക്രീസ് ചെയ്ത് വലുതായി വരും. അങ്ങനെ യൂണിഫോംലി ആൾ ഡയറക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ബോബിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിമെയിൻ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യും? സെന്റർ ഓഫ് ദി ബോബിൽ തന്നെ റിമെയിൻ ചെയ്യും. എല്ലാ ഡയറക്ഷനിലും അത് ഈക്വൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. Center of the mass will remain at the center of the bob. ബോബിന്റെ സെന്ററിൽ തന്നെ എന്ത് ചെയ്യും? സെന്റർ ഓഫ് മാസ് റിമെയിൻ ചെയ്യും. പക്ഷെ ടൈം പീരീഡ് എന്ത് ചെയ്യും? കൂടും. എന്തുകൊണ്ടാ? ലെങ്ത് കൂടുമ്പോൾ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ലെങ്ത് കൂടും. ലെങ്ത് കൂട്ടുമ്പോൾ എന്ത് ചെയ്യും? ടൈം പീരീഡ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ബോബ് എന്ത് ചെയ്യും? യൂണിഫോംലി ഓൾ ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യും? അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യും? എല്ലാ ഡയറക്ഷനിലും ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സെന്റർ ഓഫ് മാസിന്റെ സെന്ററിൽ തന്നെ എന്ത് ചെയ്യും? ബോബിന്റെ സെന്ററിൽ തന്നെ റിമെയിൻ ചെയ്യും. ഓക്കെ അല്ലേ? ഇതാണ് സംഭവിക്കുന്നത്. ഇനി ഓപ്ഷൻ നോക്ക്. ഇൻക്രീസസ് ആസ് ദി എഫക്റ്റീവ് ലെങ്ത് ഇൻക്രീസസ്. കറക്റ്റ് അല്ലേ? ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യുന്നത്. ഈവൻ ത്രൂ ഇറ്റ് സെന്റർ ഓഫ് മാസ് സ്റ്റിൽ റിമെയിൻസ് അറ്റ് സെന്റർ ഓഫ് ബോബ്. അതും കറക്റ്റ് അല്ലേ? സെന്റർ ഓഫ് മാസ് എവിടെ തന്നെ ഇരിക്കും? സെന്റർ ഓഫ് ദി ബോബിൽ തന്നെ ഇരിക്കും.
അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ബിയും സിയും ഡിയും വായിച്ചു നോക്കുക. ബിയിൽ എന്താ പറയുന്നത്? ഡിക്രീസസ് അറ്റ് വിച്ച് എഫക്റ്റീവ് ലെങ്ത് ഇൻക്രീസസ്. എഫക്റ്റീവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യണോ? അല്ല, ഇൻക്രീസ് ചെയ്യണം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായി? റോങ് ആയിട്ട് മാറി. ഇനി സി ഓപ്ഷൻ നോക്കി. ഇൻക്രീസസ് ആസ് ഇറ്റ്സ് എഫക്റ്റീവ് ലെങ്ത് ഇൻക്രീസസ്. അത് കറക്റ്റ് അല്ലേ? എഫക്റ്റീവ് ലെങ്ത് കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യും. ഇനി എന്താണ്? ഷിഫ്റ്റിംഗ് ഓഫ് സെന്റർ ഓഫ് മാസ്. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ സി എന്തല്ല? ആൻസർ അല്ല. ഇവിടെ ഡിക്രീസസ് എന്നാ വന്ന, അപ്പൊ ഇതെന്തല്ല? ആൻസർ. അപ്പൊ ആൻസർ ഏത് വരുവാടാ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. Question number 15. A beaker is completely filled with water at 4 degrees Celsius. 4 degrees Celsius ഒരു ബീക്കർ എന്ത് ചെയ്യുക? വാട്ടർ വെച്ച് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് വിൽ ഓവർഫ്ലോ ഇഫ്. അത് എപ്പോഴാണ് ഓവർഫ്ലോ ആവുന്നത്? ഓരോ ഓപ്ഷൻ നോക്കാം. ഹീറ്റഡ് എബവ് 4 degrees Celsius, cooled below 4 degrees Celsius, both heated and cooled above and below 4 degrees Celsius respectively, none of these. പറഞ്ഞേ, നമ്മൾ പഠിച്ചായിരുന്നു ഡെൻസിറ്റി ഓഫ് വാട്ടർ മാക്സിമം ആവുന്ന എവിടെയാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ is maximum at എത്രയാണ് നമ്മൾ പഠിച്ചേ? മാക്സിമം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. 4 ഡിഗ്രി സെൽഷ്യസിലാണ് ഡെൻസിറ്റി വാട്ടറിൻ്റെത് മാക്സിമം ആവുന്നത്. അപ്പൊ നമ്മൾ ഇനി ആ വാട്ടറിനെ ഹീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ഹീറ്റ് ചെയ്യോ, അല്ലെങ്കിൽ കൂള് ചെയ്യുക, അതിന്റെ താഴോട്ട് കൂൾ ചെയ്യുവാണെങ്കിലും ഇത് എന്ത് ചെയ്യും? അവിടെ എക്സ്പാൻഷൻ നടക്കും. ഹീറ്റ് ചെയ്യുവാണെങ്കിലും കൂൾ ചെയ്യുകയാണെങ്കിലും അത് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. ഇറ്റ് വിൽ എക്സ്പാൻഡ്. എന്നിട്ട് എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യൂടാ? ഓവർഫ്ലോ ആകും. ഇറ്റ് വിൽ എക്സ്പാൻഡ് ആൻഡ് ഹെൻസ് ഓവർഫ്ലോ. ഹീറ്റ് ചെയ്താലും എന്ത് ചെയ്താലും കൂൾ ചെയ്താലും അത് എന്ത് ചെയ്യൂടാ? അത് എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും? ഓവർഫ്ലോയിലോട്ട് ലീഡ് ചെയ്യും. അപ്പൊ ആൻസർ ചെയ്ത് വരും. എപ്പോഴാണ് ഓവർഫ്ലോ ആവുന്നത്? ബോത്ത് ഹീറ്റഡ് and cooled above and below 4 degrees Celsius respectively. അപ്പൊ ആൻസർ ചെയ്ത് വരും. ഓപ്ഷൻ സി is the right answer. Question number 16. The process by which gas is converted into liquid is called. ഗ്യാസ് ലിക്വിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിച്ച പേര് എന്താണെന്ന ക്വസ്റ്റ്യൻ. എന്താണ്? ഗ്യാസ് ലിക്വിഡ് ആവാന്ന് പറഞ്ഞാൽ എന്തുവാ? ഗ്യാസ് ലിക്വിഫൈഡ് ആയെന്നല്ലേ? ഗ്യാസ് ഈസ് ലിക്വിഫൈഡ്. ഗ്യാസ് ലിക്വിഫൈഡ് ആയെന്ന് ഒറ്റ ടൈം പറഞ്ഞേ. ഗ്യാസ് ഈസ് ലിക്വിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണത്? ലിക്വിഫാക്ഷൻ. ലിക്വിഫാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പം ലിക്വിഫാക്ഷൻ എന്നാണ് ആൻസർ വരുന്നത്. ഗ്യാസ് ഈസ് കൺവേർട്ട് ഇൻടു ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിനെ എന്തെന്ന് പറയാം? ലിക്വിഫാക്ഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി ലിക്വിഡ് ഗ്യാസ് ആയെങ്കിലോ? ലിക്വിഡ് ഗ്യാസ് ആയി. അപ്പൊ ആ പ്രോസസ്സിന് എന്തോ പറയുന്നത്? ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ. ഇനി ഒരു സോളിഡ് ഗ്യാസ് ആവുകയാണെങ്കിലോ? ഡയറക്റ്റ് സോളിഡ് ലിക്വിഡ് ആവാതെ ഡയറക്റ്റ് ഗ്യാസ് ആണെങ്കിൽ അതാണ് എന്ത്? സബ്ലിമേഷൻ. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരുവാ ഓപ്ഷൻ സി, ലിക്വിഫേഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? Question number 17. When a metallic sphere is heated, the largest increase in it. അതായത് ഒരു മെറ്റാലിക് സ്ഫിയർ എന്ത് ചെയ്യുക? ഞാൻ ഹീറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ അവരുടെ ലാർജസ്റ്റ് ഇൻക്രീസ് ഇതിന്റെ ഏത് ഓപ്ഷനിലാണ് വരുന്നതെന്ന്. ഓക്കെ അല്ലേ? ഒരു മെറ്റാലിക് സ്ഫിയർ എന്ന് പറയുമ്പോൾ അത് സ്ഫിയർ ഷേപ്പ് തന്നെയാണല്ലോ. അതെ. വോളിയം എന്ന് പറയുന്ന ഇക്വേഷൻ എന്ത് വരും? വോളിയം ഈസ് ഈക്വൽ ടു എന്ത് വരും? 4/3 πr³ എന്ന് വരും അല്ലേ? അതെ. അതായത് വോളിയം എന്തിന് പ്രൊപ്പോർഷണലാണ്? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാം? ക്യൂബ് ഓഫ് റേഡിയസ് എന്ന് പറയാം. റേഡിയസിന്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആണ് വോളിയം. ഇനി ഏരിയ എന്ത് വരും? ഏരിയ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സ്ഫിയറിന്റെ 4πr² ആണ് അല്ലേ? അപ്പൊ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാൻ പറഞ്ഞേ? ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു പറയടാ. ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് റേഡിയസ്. റേഡിയസിന്റെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ. ഓക്കെ അല്ലേ? ഇനി ഡയമീറ്റർ അല്ലേ അടുത്ത ടൈം. ഇതിപ്പോ ഓരോന്നാണ്. ഇത് ഏരിയ, ഫസ്റ്റ് ഓപ്ഷൻ വോളിയം ഞാൻ എഴുതി, സെക്കൻഡ് ഓപ്ഷൻ ബി ഏരിയ ഞാൻ എഴുതി. ഇനി സി ഓപ്ഷൻ എന്തുവാ? നമ്മുടെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡയമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 times r ആയിരിക്കും. 2 times r ആയിരിക്കും അല്ലേ? അപ്പൊ അവിടെ നിന്ന് എനിക്ക് എന്ത് പറയാം? ഡയമീറ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയാം? ഡയമീറ്റർ പ്രൊപ്പോർഷണൽ ടു റേഡിയസ് എന്ന് പറയാം. പറഞ്ഞൂടെ? പറയാം. അപ്പം ഇത് നോക്ക. വോളിയം പ്രൊപ്പോർഷണൽ ടു ക്യൂബ്, ഏരിയ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ, ഡയമീറ്റർ പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. അപ്പൊ പറയാം ഇതിൽ ഏതിനായിരിക്കും കൂടുതൽ ഇൻക്രീസ് വരുന്നത്? റേഡിയസിനായിരിക്കും, റേഡിയസിന്റെ സ്ക്വയറിനായിരിക്കും, റേഡിയസിന്റെ ക്യൂബിനായിരിക്കും? റേഡിയസിന്റെ ക്യൂബിനായിരിക്കും. അപ്പൊ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ റേഡിയസ് കൂടുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമുക്ക് വോളിയം ആയിരിക്കും എന്ത് ചെയ്യുന്നത്? മാക്സിമത്തിൽ ഇൻക്രീസ് ആവുന്നത്. അപ്പൊ ആൻസർ ചെയ്ത് വരുവാ ഓപ്ഷൻ എ, വോളിയം ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? Question number 18. There are 3 rods A, B, C of equal length L at same temperature. Their coefficient of linear expansion are alpha A, alpha B, alpha C respectively. If the temperature of all rods are increased by theta degree Celsius,
and coefficient of linear expansion is like alpha b greater than alpha a greater than alpha c, then what will be the final order of length of rod? Okay അല്ലേ? അപ്പൊ നമുക്ക് ഫൈനൽ ഓർഡർ ഓഫ് ലെങ്ത് L is equal to ഉള്ള ഇക്വേഷൻ എന്താ? ഇനിഷ്യൽ ലെങ്ത് L0 ആണെങ്കിൽ L0 into 1 plus ആൽഫ ഡെൽറ്റ ടി എന്നാണ് ഇക്വേഷൻ. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതല്ലേ? അതെ. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ ടി എത്ര ഇൻക്രീസ് ചെയ്തു? തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? L is equal to L0 into 1 plus ആൽഫ ഡെൽറ്റ തീറ്റ എന്ന് എഴുതാം. എനിക്കിവിടെ ഡെൽറ്റ തീറ്റയിൽ ഇൻക്രീസ് ബൈ തീറ്റ ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അപ്പൊ ആൽഫ തീറ്റ എന്ന് എനിക്ക് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പറ ഇവിടെ എന്തൊക്കെ കോൺസ്റ്റന്റ്? L0 സെയിം ആ, ഈക്വൽ ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. L0 സെയിം ആ, തീറ്റ എന്താണ്? ഇൻക്രീസ് ബൈ 3 തീറ്റ തന്നെ ഇൻക്രീസ് ചെയ്ത്. അപ്പൊ ഇവിടെ L0 ആൻഡ് തീറ്റ എന്താണ്? സെയിം ആണ്. L0 ആൻഡ് തീറ്റ ആർ സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ പറ L എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? L is directly proportional to എന്തായിരിക്കും എടാ? ആൽഫ അല്ലെ? L is directly proportional to എന്തായിരിക്കും? ആൽഫ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൽഫ കൂടിയതിനായിരിക്കും എന്ത്? ലെങ്തും കൂടുതൽ അല്ലെ? ആൽഫ കൂടിയതിനായിരിക്കും എന്ത്? ലെങ്തും കൂടുതൽ. അപ്പൊ ആൽഫ ബി ഗ്രേറ്റർ ദാൻ ആൽഫ എ ഗ്രേറ്റർ ദാൻ ആൽഫ സി എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ ടേംസിലാകുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ലെങ്ത് ഓഫ് ബി ഗ്രേറ്റർ ദാൻ ലെങ്ത് ഓഫ് എ ഗ്രേറ്റർ ദാൻ ലെങ്ത് ഓഫ് സി എന്ന് പറഞ്ഞിവിടെ പറയാം. അപ്പൊ ആൻസർ ചെയ്ത് വരുവാ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? Question number 90. If alpha is the coefficient of linear expansion of block and L denotes length, T denotes temperature, then which one of these is true? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? ആൽഫയുടെ ഇക്വേഷൻ എന്താ? ആൽഫയുടെ ഇക്വേഷൻ അല്ലെങ്കിൽ L0യുടെ ഇക്വേഷൻ എന്താ? L0 is equal to L is equal to L0 into 1 plus ആൽഫ ഡെൽറ്റ ടി എന്നാണ് ഇക്വേഷൻ അല്ലെ? ഇവിടുന്ന് L is equal to എന്താന്ന് പറയാം? നമുക്ക് L0 plus ആൽഫ L0 ഡെൽറ്റ ടി എന്ന് പറയാം. ഈ L മൈനസ് L0 എന്തായിരിക്കും? ഡെൽറ്റ L ആയിരിക്കും. അപ്പൊ ഡെൽറ്റ L is equal to എന്ത് കിട്ടും? L0 ആൽഫ ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇതല്ലേ നമ്മുടെ ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ? ഡെൽറ്റ L is equal to L0 ആൽഫ ഡെൽറ്റ ടി. ഇവിടുന്ന് ആൽഫ is equal to എന്ത് കിട്ടും? ആൽഫ is equal to ഡെൽറ്റ L divided by L0 ഡെൽറ്റ ടി എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഡെൽറ്റ L divided by L0 ഡെൽറ്റ ടി എന്ന് കിട്ടും. ഇനി പറ ഇവിടെ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാം ഡി എല്ലും ഡി ടിയുടെയും ടേംസിലാണ്. അപ്പൊ നമുക്ക് ആൽഫ ഇസിക്കൽറ്റി എങ്ങനെ എഴുതാം? ഡി എൽ ഡിവൈഡഡ് ബൈ L0 വരെ ഏത് ഇട്ട് കൊടുക്കാം? L ആണ്. അപ്പൊ L ഡിനോട്ട്സ് ലെങ്ത് ഉണ്ട് L ഇൻറ്റു ടി എൽ ടെമ്പറേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്നപ്പോൾ നമുക്ക് എഴുതാം ഡി ടി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ആൽഫ ഇസിക്കൽ ടു ഡി എൽ ഡിവൈഡഡ് ബൈ എൽ ഡി ടി എന്നായി. ഇവിടുന്ന് എനിക്ക് എങ്ങനെ എഴുതാം? ആൽഫ എൽ ഡി ടി ഇസിക്കൽ ടു ഡി എൽ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇവിടുന്ന് എനിക്ക് ഇങ്ങനെ എഴുതാം? ഡി എൽ മൈനസ് ആൽഫ എൽ ഡി ടി ഈക്വൽ ടു എത്രയെന്ന് ഇട്ടൂടാ? 0 എന്ന് കിട്ടും. അപ്പൊ ഓപ്ഷനിലുള്ളത് ഏതാ? ഡി എൽ മൈനസ് ആൽഫ എൽ ഡി ടി ഈക്വൽ ടു 0 എന്നൊരു ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ പോരെ? ഉണ്ടല്ലോ. ഏതാ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. 10 liters of benzene weight. ബെൻസീന്റെ 10 ലിറ്റർ എങ്ങനെ വെയിറ്റ് ചെയ്യുമെന്നാണ്. സമ്മറിൽ കൂടുതലായിരിക്കോ, വിന്ററിൽ കൂടുതലായിരിക്കോ, അല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കും? അതൊക്കെ ക്വസ്റ്റ്യൻ. ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഇതിനറിയാം. ആദ്യം എന്തറിയണം? ഡെൻസിറ്റി എന്ന് പറയുന്ന അതിനെ പറ്റി അറിയണം. ഡെൻസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എടാ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റിക്ക് എന്ത് പറ്റും? പറഞ്ഞ ഡെൻസിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡെൻസിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂട്ടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ കൂട്ടിയ സെയിം വോളിയം ആണെങ്കിൽ അത് എന്ത് ചെയ്യും? വെയിറ്റ് ലെസ് ആയിട്ട് തോന്നും അല്ലെ? വെയിറ്റ് ഡെൻസിറ്റി കുറയാന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അതിനെന്തായാലും വെയിറ്റ് കുറവുള്ളത് പോലെ തോന്നും, സെയിം വോളിയം ആണെങ്കിൽ. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടാന്ന് പറഞ്ഞാൽ സമ്മറിലാണോ വിന്ററിലാണോ ടെമ്പറേച്ചർ കൂടുതലാവുന്നത്? സമ്മറിലാണ് അല്ലെ? അപ്പൊ സമ്മറിലാവുമ്പം ഇത് എന്തായിരിക്കും? വിന്ററിനേക്കാളും ഹോട്ടറും ആയിരിക്കും. അതുകൊണ്ട് തന്നെ സമ്മറിൽ ഇതിന് എന്തായിട്ട് ഫീൽ ചെയ്യടാ? സമ്മറിൽ എന്താവും? ടെമ്പറേച്ചർ കൂടും. അപ്പൊ ഇതിന് എന്ത് ചെയ്യും? ഡെൻസിറ്റി കുറയും. അപ്പൊ ഇതിന് എന്ത് ഫീൽ ചെയ്യും? വെയിറ്റ് കുറഞ്ഞതുപോലെ തോന്നും അല്ലെ? വെയിറ്റ് എന്താവും? ലെസ് ആയതുപോലെ തോന്നും. ഓക്കെ അല്ലെ? ആ കൺസെപ്റ്റ് മനസ്സിലായോ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റിക്ക് എന്ത് പറ്റും? കുറയും. ടെമ്പറേച്ചർ കൂടാതെ സമ്മറിൽ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഡെൻസിറ്റി അവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. ഡെൻസിറ്റി കുറയാന്ന് പറയുമ്പോൾ സെയിം വോളിയം ആണെങ്കിൽ അവിടെ എന്ത് കുറയും? വെയിറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ അല്ലേ? വെയിറ്റ് എന്ത് ചെയ്യും? കുറയും. വെയിറ്റ് ലെസ് ആവും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ സമ്മർ ആണ് എന്ത്? വിന്ററിനേക്കാളും ഹോട്ടർ. അപ്പൊ സമ്മറിൽ എന്താവും? വെയിറ്റ് കുറവായി തോന്നും. വിന്ററിലാവുമ്പോൾ അത് എന്താവും? സമ്മറിനെ വെച്ച് നോക്കുമ്പോൾ വിന്ററിൽ കൂടുതലായിട്ടും തോന്നും.
അപ്പൊ ആൻസർ എന്ത് വരും? വിന്റർ വിൽ ഹാവ് മോർ എന്താ വെയിറ്റ്. വിന്ററിന് എന്താവും? മോർ വെയിറ്റ് ആവും. വിന്റർ വിൽ ഹാവ് മോർ വെയിറ്റ്. വിന്ററിൽ അതിനെന്തോ മോർ വെയിറ്റ് ആവും. ആരെക്കാളും? സമ്മറിനെ കാണും. ദാൻ സമ്മർ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ എന്ത് വരും ഇവിടെ? മോർ ഇൻ സമ്മർ ദാൻ ഇൻ വിന്റർ എന്ന് വരും. മോർ ഇൻ സമ്മർ അല്ല, മോർ ഇൻ വിന്റർ ദാൻ ഇൻ സമ്മർ എന്ന് വരും. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കുറയും. അപ്പൊ സെയിം വോളിയം ആണെങ്കിൽ അതിന്റെ വെയിറ്റ് കുറയും. അപ്പൊ സമ്മറിൽ എന്താണ്? ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പൊ വെയിറ്റ് അവിടെ എന്താണ്? വെയിറ്റ് കുറവാണ്. വെയിറ്റ് അവിടെ എന്താണ്? വെയിറ്റ് കുറവാണ്. അപ്പൊ വിന്ററിൽ വെച്ച് നോക്കുമ്പോൾ സമ്മറിൽ വെയിറ്റ് കുറവാണ്. അപ്പൊ വിന്ററിന് എന്താണ്? മോർ വെയിറ്റ് ആണ്. അപ്പൊ വിന്ററിൽ അതിന് മോർ വെയിറ്റ് ഫീൽ ചെയ്യും. എവിടുന്നേക്കാളും? സമ്മറിനേക്കാളും. അപ്പൊ ആൻസർ ചെയ്താ മോർ ഇൻ വിന്റർ ദാൻ ഇൻ സമ്മർ. ഓക്കെ അല്ലേ? Question number 21. An aluminum rod of length L0 rests on a smooth horizontal base. If the temperature is increased by delta T degrees Celsius, what will be the longitudinal spring developed? ഒരു അലൂമിനിയം റോഡ് ഉണ്ട്. അതിന്റെ ലെങ്ത് L0 ആണ്. അതൊരു സ്മൂത്ത് ഹൊറിസോണ്ടൽ ബേസിൽ എന്ത് ചെയ്യാൻ? റെസ്റ്റ് ചെയ്യാണ്. ടെമ്പറേച്ചർ ഡെൽറ്റ ടി ഡിഗ്രി സെൽഷ്യസ് കൂട്ടി. എങ്കിൽ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് എത്രയെന്നാ ക്വസ്റ്റ്യൻ അല്ലെ? എത്രയായിരിക്കും ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെസ് എന്ന് പറയുന്നത്? ഇവിടെ 0 ആയിരിക്കും. കാരണം എന്താ? ഇവിടെ ടെൻസൈൽ സ്ട്രെസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല? ആക്ട് ചെയ്യുന്നില്ല. Since there is no tensile stress, അവിടെ എന്തില്ല? ടെൻസൈൽ സ്ട്രെസ് ഇല്ല. അവിടെ എന്തില്ല? ടെൻസൈൽ സ്ട്രെസ് ഇല്ല. Since there is no tensile stress, അവിടെ എന്താവും? സ്ട്രെയിൻ ടെൻസൈൽ സ്ട്രെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്ട്രെയിൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എത്ര ആവും? 0 വരും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? Question number 22. A bimetallic strip consists of metal X and Y. ഒരു bimetallic strip ഉണ്ട്. അതിന് എന്തൊക്കെ മെറ്റൽ ഉണ്ട്? എക്സും വൈ എന്ന് പറയുന്ന രണ്ട് മെറ്റൽ ഉണ്ട്. It is mounted rigidly at the base as shown. നമ്മൾ തന്നിട്ടുള്ള ഫിഗറിൽ പോലെ അത് എന്ത് ചെയ്തിരിക്കും? മൗണ്ട് ചെയ്തിരിക്കുകയാണ്. The metal X has higher coefficient of expansion compared to that of metal B. മെറ്റൽ ബി യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെറ്റൽ എക്ക് എന്താണ്? ഹയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആണ്. ഓക്കെ അല്ലേ? When bimetallic strip is placed in a cold bath. ഒരു കോൾഡ് ബാത്തിൽ ബൈമെറ്റാലിക് സ്ട്രിപ്പ് പ്ലേസ് ചെയ്താൽ ഇതിൽ എന്ത് സംഭവിക്കും എന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നമ്മളിത് പറഞ്ഞിട്ടുണ്ട് മെറ്റൽ എക്സിന് എന്താണ്? മെറ്റൽ എക്സ് ഹാസ് ഹയർ കോഎഫിഷ്യന്റ് എക്സ്പാൻഷൻ കമ്പയർഡ് ടു ദാറ്റ് ഫോർ മെറ്റൽ വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെറ്റൽ എക്സിന് എന്താണ്? ഹയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആണ്. അപ്പൊ വൈയേക്കാൾ. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഈ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പിനെ ഒരു കോൾഡ് ബാത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ എക്സ് എന്ത് ചെയ്യും? കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ കൂടുതലുള്ള എക്സ് എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. എക്സ് എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. എക്സ് ഷ്രിങ്ക് മോർ ദാൻ എക്സ് ആരെക്കാളും കൂടുതൽ ഷ്രിങ്ക് ചെയ്യും? എക്സ് ഷ്രിങ്ക് മോർ ദാൻ വൈ. വൈയേക്കാളും കൂടുതൽ എക്സ് എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. കാരണം എക്സിന് എന്താണ്? ഹയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ആണ്. അപ്പൊ എക്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഷ്രിങ്ക് ചെയ്യുന്നത്. വൈയേക്കാളും എക്സ് എന്ത് ചെയ്യും? കൂടുതൽ ഷ്രിങ്ക് ചെയ്യും. നമ്മൾ തിയറി ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പൊ പറ, അപ്പൊ ഈ സ്ട്രിപ്പ് എങ്ങോട്ട് ബെൻഡ് ചെയ്യും? ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ് ലെഫ്റ്റ്. ഇങ്ങനല്ലേ ബെൻഡ് ചെയ്യുന്നത്? ഇത് ഷ്രിങ്ക് കൂടുതലാണെങ്കിൽ ഇത് എങ്ങോട്ട് ബെൻഡ് ചെയ്യും? ഇത് ലെഫ്റ്റിലോട്ട് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ് ദ ലെഫ്റ്റ്. കാരണം എക്സിനാണ് എന്താ? കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ കൂടുതൽ. അപ്പൊ അതായിരിക്കും എന്ത് ചെയ്യുന്നത്? വൈയേക്കാളും കൂടുതൽ ഷ്രിങ്ക് ചെയ്യും. അപ്പൊ ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റിലോട്ട് ബെൻഡ് ചെയ്യും. ഓക്കെ അല്ലേ? Question number 23. Two metal rods A and B are having their initial length in the ratio 2:3 and the coefficient of linear expansion in the ratio 3:4. When they are heated through the same temperature difference, the ratio of their change in length of എക്സ്പാൻഷൻ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ചേഞ്ച് ഇൻ ലെങ്തിന്റെ റേഷ്യോ ആണ് വേണ്ടത്, അല്ലെങ്കിൽ എക്സ്പാൻഷന്റെ റേഷ്യോ ആണ് വേണ്ടത്. ഓക്കെ അല്ലേ? എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെങ്തുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ? എൽ എ ബൈ എൽ ബി എത്ര തന്നിട്ടുണ്ട്? എൽ എ ബൈ എൽ ബി ഈക്വൽ ടു 2/3 ആണ് തന്നിട്ടുണ്ട്. ഇനി എന്ത് തന്നിട്ടുണ്ട്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അതെന്താണ്? ആൽഫ എ ബൈ ആൽഫ ബി ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ടടാ? 3:4 എന്നും തന്നിട്ടുണ്ട്. അത് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നമുക്കിനി ഡെൽറ്റ എല്ലിന്റെ ഇക്വേഷൻ അറിയാലോ. ഡെൽറ്റ എൽ ഈക്വൽ ടു എന്താ ഇക്വേഷൻ? എൽ ആൽഫ ഡെൽറ്റ ടി. ഡെൽറ്റ എൽ ഈക്വൽ ടു എന്താ? എൽ ആൽഫ ഡെൽറ്റ ടി. അപ്പൊ ഡെൽറ്റ എൽ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബി ഈക്വൽ ടു എന്തെന്ന് കിട്ടും? പറഞ്ഞേ. എൽ എ ആൽഫ എന്ത് വരും? എ ഡെൽറ്റ ടി. രണ്ടുപേരും ഇത് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്താ? സെയിം ആണ്. അപ്പൊ ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ എൽ ബി ആൽഫ ബി ഡെൽറ്റ ടി എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടുന്ന് പറ, ഡെൽറ്റ എൽ എ ബൈ ഡെൽറ്റ എൽ ബി നമുക്ക് കണ്ടുപിടിക്കണ്ട. അതിന് നമുക്ക് ഡെൽറ്റ എൽ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബി നമുക്ക് കണ്ടുപിടിക്കാം. അതങ്ങനെ എഴുതി. എൽ എ ബൈ എൽ ബിയുടെ വാല്യൂ എത്രയാ? 2/3. 2/3 ഇൻറ്റു ആൽഫ എ ബൈ ആൽഫ ബിയുടെ വാല്യൂ എത്രയാ? 3/4. ഡെൽറ്റ ടി എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും.
അപ്പൊ ഇവിടുന്ന് ഡെൽറ്റ എ എൽ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബി ഇസിക്കൽ ടു എത്രയും കിട്ടുവാടാ? ഈ 3 ക്യാൻസൽ ആയി പോയി. 2 4 കൂടെ വിട്ട് ഇവിടെ 2 വരും. അത് എത്ര വരും? 1/2 എന്ന് വരും. അല്ലെങ്കിൽ ഇങ്ങനെ വരും 1:2 എന്ന് വരും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 1:2. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 24. The real coefficient of volume expansion of glycerin is 0.000597 per degree Celsius and linear coefficient of expansion of glass is 0.00009 per degree Celsius. Then the apparent volume coefficient of expansion of glycerin is. അപ്പൊ coefficient of volume expansion of glycerin തന്നിട്ടുണ്ട്. എത്രയാ? coefficient of volume expansion എന്തിൻ്റെതാ? ഗ്ലിസറിൻ ഓഫ് ഗ്ലിസറിൻ ഈസിക്കൽ ടു എത്ര വരും ഇവിടെ? ഗ്ലിസറിൻ ഈസിക്കൽ ടു 0.00 പിന്നെ ഒരു 0597 പെർ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് തന്നിട്ടുണ്ട്? ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് ഗ്ലാസ് തന്നിട്ടുണ്ട് അല്ലേ? ലീനിയർ കോഎഫിഷ്യന്റ് of expansion of glass. അത് എത്രയാണ്? ഈസിക്കൽ ടു 0.000 പിന്നെ 209 പെർ ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ അല്ലേ? ഇനി അപ്പൊ ഗ്ലാസിന്റെ വോളിയം എക്സ്പാൻഷൻ എത്ര നമുക്ക് കണ്ടുപിടിച്ചൂടെ? അത് എത്രയായിരിക്കും? നമുക്ക് ലീനിയർ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. അപ്പോ കോഎഫിഷ്യന്റ് ഓഫ് volume expansion of glass എന്ന് പറയുന്നത് എത്രയായിരിക്കും ഇടാ? നമുക്ക് ആൽഫ തന്നിട്ടുണ്ടെങ്കിൽ വോളിയം എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ് ഗാമ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആൽഫയാണ്. അപ്പൊ 3 ആൽഫ ഈസിക്കൽ ടു എന്തിന്? 3 ഇൻറ്റു 0.00009 പെർ ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അപ്പൊ ഇത് എത്ര വരും? ഈസിക്കൽ ടു 0.00 എത്ര 0 വരും? 4 0 വരും. 00 പിന്നെ എന്ത് വരും? 27 പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഓഫ് ഗ്ലിസറിൻ കിട്ടി, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഓഫ് ഗ്ലാസും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അപ്പാരന്റ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഓഫ് ഗ്ലിസറിൻ കിട്ടണം. അപ്പൊ അപ്പാരന്റ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ of glycerin V dash എന്ന് പറയുന്നത് എത്രയായിരിക്കും എടാ? നമ്മുടെ ഇതിന്ന് ഇത് കുറയ്ക്കുന്നതായിരിക്കും അല്ലെ? അപ്പൊ എങ്ങനെ വരും? 0.00597 മൈനസ് 0.00027 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.000 എത്ര കിട്ടൂടാ? 57 പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 0.0057 പെർ ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും. അപ്പൊ ആൻസർ എത്ര വരും? ഓപ്ഷൻ ബി റൈറ്റ്. Question number 25. If coefficient of cubical expansion is x times of the coefficient of superficial expansion, then value of x is. അപ്പം coefficient of cubical expansion എന്ന് പറയുന്നത് എന്താണ്? ഗാമയാണ്. കോഎഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയൽ എക്സ്പാൻഷന്റെ പേര് അത് എത്രയാണ്? ബീറ്റയാണ്. അപ്പൊ നമുക്ക് ഇവര് തമ്മിലുള്ള ഇക്വേഷനുടെ കണക്ഷൻ എന്താണ്? ആൽഫ ഈക്വൽ ടു ബീറ്റ ബൈ 2 ഈക്വൽ ടു ഗാമ ബൈ 3. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കണേ, ഇത് മറക്കല്ലേ. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഇവര് രണ്ടുപേരും അല്ലേ ഉള്ളൂ. അപ്പൊ അവര് രണ്ടുപേരെയും കണക്ട് ചെയ്ത് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? ഗാമ ബൈ 3 ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ? നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് ഗാമ എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ടൈംസ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ എന്ന് കിട്ടുന്നത്. ഗാമ ഈക്വൽ ടു എക്സ് ബീറ്റ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ ഗാമ എഴുതി എങ്ങനെ വരും? ഗാമ ഈക്വൽ ടു 3/2 ബീറ്റ എന്ന് കിട്ടത്തില്ലേ? അപ്പൊ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് എന്തുവാടാ? എക്സിന്റെ സ്ഥാനത്ത് 3/2 ആണ്. അതായത് 3/2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1.5 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Question number 26. A thin copper wire of length L increase in length by 1% when heated from temperature T1 to T2. What is the percentage change in area when a thin copper plate having dimension 2L into L heated from T1 to T2 is? അല്ലെ?
അപ്പൊ നമുക്ക് എന്തോ കണ്ടേ, തിൻ കോപ്പർ വയർ ഉണ്ട്, അതിന്റെ ലെങ്ത് എൽ ആണ്, അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ലെങ്ത് എത്ര പെർസെന്റേജ്, 1% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴാണ് T1 T2 എന്ത് ചെയ്താൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തപ്പോൾ, ഹീറ്റ് ചെയ്തപ്പോൾ. നമ്മൾ കാണേണ്ട എന്താ, ചേഞ്ച് ഇൻ ഏരിയയുടെ പെർസെന്റേജ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ തിൻ കോപ്പർ പ്ലേറ്റ് ഹാവിംഗ് ഡയമെൻഷൻ, ആ ഒരു തിൻ കോപ്പർ പ്ലേറ്റിന്റെ ഡയമെൻഷൻ എത്രയാ, 2L × L ഡയമെൻഷൻ ഉള്ള കോപ്പർ പ്ലേറ്റ് T1 T2 ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്യുമ്പോൾ ഉള്ള എന്താണ് പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ അല്ലേ, അതായത് ΔA/A × 100 ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം, ΔL = നമ്മുടെ ഇക്വേഷൻ എന്താ, ഇൻക്രീസിംഗ് ലെങ്ത് ΔL = L alpha delta T ആണ്. അതറിയാലോ, ΔL = L alpha delta T ആണ്. 1% ആണ് ഇൻക്രീസ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. 1% ആണ് ഇൻക്രീസ് ആയത്. അപ്പൊ ΔL എനിക്ക് എഴുതാം 1% എന്ന് പറയുമ്പോൾ 1/100 ആണ്. അപ്പൊ 1/100 L = എന്തെന്ന് കിട്ടും, ആൽഫ L. ടെമ്പറേച്ചർ ഇവിടുന്ന് അങ്ങോട്ട് T1 T2 അപ്പൊ T2 - T1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇവിടുന്ന് ഈ എല്ലും വെട്ടിപ്പോയാൽ 1/100 എന്തെന്ന് കിട്ടും, ആൽഫ × T2 - T1 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാം, ആൽഫ T2 - T1 ആൽഫ × T2 - T1 0.01 എന്ന് എഴുതാം. ഇതുവരെ ഓക്കെ അല്ലേ, ഇതുവരെ ഓക്കെ ആണ്. ഇനി പറഞ്ഞേ, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഏത് ലെറ്ററാണ്, ബീറ്റയില്. ബീറ്റ എത്രയാണ്, 2 ടൈംസ് ആൽഫയാണ്. ബീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 2 ടൈംസ് ആൽഫയാണ്. ഇൻക്രീസ് ഇൻ ഏരിയ ΔA എനിക്ക് എങ്ങനെ എഴുതാം, ബീറ്റ എ ഡെൽറ്റ ടി എന്ന് എഴുതാം. ബീറ്റ എ ഡെൽറ്റ ടി എന്ന് എഴുതാം. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ടൈംസ് ആൽഫയാണ്. അപ്പൊ ΔA = 2 ടൈംസ് ആൽഫ എ ഡെൽറ്റ ടി എന്ന് വരും. ഓക്കെ അല്ലേ. ഓക്കെ, ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം, ΔA/A = എങ്ങനെ എഴുതാം, 2 ആൽഫ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി പറ 2 ആൽഫ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ, 2 ആൽഫ T2 - T1. അപ്പൊ ആൽഫ × T2 - T1 ഇവിടെ ഒരു വാല്യൂ ഇല്ലേ. അപ്പൊ എനിക്ക് ഇവിടെ എങ്ങനെ എഴുതാം, 2 × 0.01 എന്ന് എഴുതാം. ഈസിക്കൽട്ട് എത്ര കിട്ടും, 0.02 എന്ന് കിട്ടും. ഇതെന്താണ്, ΔA/A ആണ്. അപ്പൊ എനിക്ക് പെർസെന്റേജ് അല്ലേ വേണ്ടത്. അപ്പൊ ΔA/A × 100 ആണ് വേണ്ടത്. ഈസിക്കൽട്ട് എത്ര കിട്ടും, 0.02 × 100 ഈസിക്കൽട്ട് എത്ര വരും, 2% എന്ന് വരും. എത്ര വരും, 2% എന്ന് വരും. അപ്പൊ ആൻസർ ഏത് വരും, ഓപ്ഷൻ ഡി is the right answer. Next question number 27. A sphere of mass m and diameter d is heated by temperature delta T. If coefficient of linear expansion is alpha, what will be the change in surface area? അപ്പൊ ഏരിയയുടെ സർഫസ് ഏരിയയുടെ ചേഞ്ചിന്റെ എന്താ നമുക്ക് വേണ്ടത്, എത്ര വാല്യൂ എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആദ്യമുള്ള ഇനിഷ്യൽ സർഫസ് ഏരിയ എത്രയാന്ന് പറഞ്ഞേ, ഇനിഷ്യൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്, ഇനിഷ്യൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും പറഞ്ഞേ, 4πr² ആയിരിക്കും അല്ലെ, 4πr². അതിന് ഡയമീറ്ററിന്റെ ടേംസിലാക്കണ്ടേ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, 4π × d/2 the whole square എന്ന് വരും. ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം, 4π d²/4 എന്ന് വരും. അതിന് πd² എന്ന് എഴുതാം. ഇതാണ് ഇനിഷ്യൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇനിഷ്യൽ സർഫസ് ഏരിയ എത്രയാണ്, πd² ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സർഫസ് ഏരിയ അറ്റ് ഡെൽറ്റ ടി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സർഫസ് ഏരിയ എത്ര കൂടിയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ സർഫസ് ഏരിയ അറ്റ് ഡെൽറ്റ ടി എത്രയായിരിക്കും, 4π എന്ത് വരും, ഡി മാറൂലേ, എന്ത് വരും, 4π × d'/2 the whole square എന്ന് വരും. 4π × d'/2 the whole square എന്ന് വരും. ഓക്കെ അല്ലേ, കാരണം ഡി ഇതിൽ മാറുള്ളൂ, അത് d' ആവും. അപ്പൊ d'/2 the whole square എന്ന് വരും. ഇനി നമുക്ക് ഈ d' കണ്ടുപിടിക്കണം. d' എന്ന് പറയുന്നത് എന്താണ്, d × L, അതായത് L' L × 1 + ആൽഫ ഡെൽറ്റ ടി. അപ്പൊ d × 1 + ആൽഫ ഡെൽറ്റ ടി ആണ്. ഓക്കെ അല്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ഡെൽറ്റ ടിയിൽ ഇത് ചെയ്യുന്ന സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, ഡെൽറ്റ ടിയിൽ ഇത് ചെയ്യുന്ന സർഫസ് ഏരിയ = 4π × d' വരെ ഇതിട്ട് കൊടുക്കാം, d × 1 + ആൽഫ ഡെൽറ്റ ടി /2 ഇതാണ് d' വരെ ഇട്ട് കൊടുത്തത്, /2 the whole square എന്ന് വരും. ഓക്കെ അല്ലേ. ഓക്കെ, ഇതിന് എനിക്ക് എങ്ങനെ എഴുതാം, 4π d²/4 എന്ന് എഴുതിക്കൂടെ, d²/2 ന്റെ സ്ക്വയർ അത് 4 ഇൻറ്റു എന്തെന്ന് വരുവാടാ,
ഇൻറ്റു എന്ത് വരും 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടിയുടെ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 4ഉം 4ഉം വെട്ടിക്കളഞ്ഞാൽ പൈ ഡി സ്ക്വയർ എന്ന് എഴുതാം. പൈ ഡി സ്ക്വയർ ഇൻറ്റു എന്ത് വരും? 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടിയുടെ സ്ക്വയർ എന്ന് വരും. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 1 സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ, അതായത് ബി സ്ക്വയർ പ്ലസ് 2ab. അപ്പൊ എന്ത് വരും? 2 ആൽഫ ഡെൽറ്റ ടി എന്ന് വരും. ഓക്കെ അല്ലേ? ഇതിപ്പോ എന്താണ്? ഡി ഡാഷിലുള്ള സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയ ആയിട്ട് ഡെൽറ്റ ടി ആണ് ഈ കണ്ടുപിടിച്ചിരിക്കുന്നത്. പൈ ഡി സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് 2 ആൽഫ ഡെൽറ്റ ടി. ഇനി എനിക്ക് ഒന്നും കൂടെ എങ്ങനെ എഴുതാം? പൈ ഡി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് 2 ആൽഫ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്തുണ്ട്? ചേഞ്ച് ഇൻ സർഫസ് ഏരിയ എനിക്ക് കണ്ടുപിടിക്കേണ്ട. അപ്പൊ അതിനെ എഴുതാം. ചേഞ്ച് ഇൻ സർഫസ് ഏരിയ, ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ഈക്വൽ ടു എന്തെന്ന് വരും? ഇനീഷ്യലി ഉള്ളത് പൈ ഡി സ്ക്വയർ ആണ്. ഇതാണ് എന്ത്? ഇപ്പോൾ ഉള്ള ഡെൽറ്റ ടിയിൽ എന്ത്? സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഇത് കുറച്ചാ പോരെ. അപ്പൊ ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് 2 ആൽഫ ഡെൽറ്റ ടി മൈനസ് എന്തെന്ന് വരും? പൈ ഡി സ്ക്വയർ എന്ന് വരും. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ഇവിടുത്തെ പൈ ഡി സ്ക്വയറിനെ എന്ത് ചെയ്യാം? പൈ ഡി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പൈ ഡി സ്ക്വയർ ഇൻറ്റു 1 പൈ ഡി സ്ക്വയർ പ്ലസ് ഇതിനെ എങ്ങനെ എഴുതാം? പൈ ഡി സ്ക്വയർ ഇൻറ്റു ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് 2 ആൽഫ ഡെൽറ്റ ടി മൈനസ് പൈ ഡി സ്ക്വയർ എന്ന് എഴുതാം. ഈ പൈ ഡി സ്ക്വയറും ഈ പൈ ഡി സ്ക്വയർ എന്തെയും ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇവിടെ എന്ത് വരും? പൈ ഡി സ്ക്വയർ ഇൻറ്റു എന്തെന്ന് വരും? ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് 2 ആൽഫ ഡെൽറ്റ ടി എന്ന് വരും. വരത്തില്ലേ? രണ്ടിടത്ത് ഇവിടെയും ഒരു ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ആൽഫ ഡെൽറ്റ ടി ഉണ്ട്. രണ്ടിടത്ത് ഒരു ആൽഫ ഡെൽറ്റ ടി നമുക്ക് കോമൺ എടുത്തൂടെ? എടുക്കാം. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? പൈ ഡി സ്ക്വയർ ആൽഫ ഡെൽറ്റ ടി കോമൺ എടുത്താൽ ഇവിടെ എന്തുണ്ട്? ഒരു ആൽഫ ഡെൽറ്റ ടി ഉണ്ട്. ആൽഫ ഡെൽറ്റ ടി പ്ലസ് ഇവിടെ പിന്നെ എന്തുണ്ട്? ഒരു പ്ലസ് 2 ഉണ്ട്. അപ്പൊ ആൻസർ എന്ത് വരും? പൈ ഡി സ്ക്വയർ ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി പ്ലസ് 2 എന്ന് വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് ചെയ്തു? ഇനിഷ്യൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. അത് പൈ ഡി സ്ക്വയർ എന്ന് കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഡെൽറ്റ ടി ആകുമ്പോൾ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? 4 പൈ ഇൻറ്റു ഡി ഡാഷ് ബൈ ഡി എന്ത് ചെയ്യുള്ളൂ? ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പൊ 4 പൈ ഇൻറ്റു ഡി ഡാഷ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇനി ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഡി ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി ആണ്. അവിടെ നിന്ന് ഈ ഡി ഡാഷിന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് സർഫസ് ഏരിയ ഓഫ് ഡെൽറ്റ ടി എത്ര കിട്ടി? പൈ ഡി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് ആൽഫ സ്ക്വയർ ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് 2 ആൽഫ ഡെൽറ്റ ടി എന്ന് കിട്ടി. ചേഞ്ച് ഇൻ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് ഇത് കുറച്ചു. അത് കുറച്ചപ്പോ എത്ര കിട്ടിയടാ? പൈ ഡി സ്ക്വയർ ആൽഫ ഡെൽറ്റ ടി ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി പ്ലസ് 2 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. Question number 28. For any material, density rho, mass m and volume v are related by rho equal to mass by volume and v is the coefficient of volume expansion, then which one is true? അപ്പൊ നമുക്കറിയാം rho is equal to എന്താ? mass by volume ആണ്. ഓക്കെ അല്ലേ? ഇവിടുന്ന് rho into volume is equal to എന്ന് പറയാം? mass എന്ന് പറയാം. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ടെമ്പറേച്ചർ വെച്ച് എന്ത് ചെയ്യാം? ഇതിനെ എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഡി റോ വി ഡിവൈഡഡ് ബൈ ഡി ടി ഈക്വൽ ടു എത്രയാണ്? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇതെന്ത് വരും? 0 എന്ന് വരും. ഡി റോ വി ബൈ ഡി ടി ഈക്വൽ ടു 0 എന്നാണ്. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഡി റോ വി ബൈ ഡി ടി എങ്ങനെ എഴുതാം? പ്രൊഡക്റ്റ് റൂൾ വെച്ച് റോ ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി റോ ബൈ ഡി ടി ഈക്വൽ ടു എന്തെന്ന് വരും? 0 എന്ന് വരും. ഇതിനെ എനിക്ക് റോ ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈക്വൽ ടു എന്തെന്ന് എഴുതാം? മൈനസ് വി ഇൻറ്റു ഡി റോ ബൈ ഡി ടി എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. ഇതുവരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇവിടുന്ന് എനിക്ക് എങ്ങനെ എഴുതാടാ? ഡി വി ഡിവൈഡഡ് ബൈ ഈ വി ഇങ്ങ് കൊണ്ടുവരാം. അപ്പൊ ഡി വി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു ഡി ടി ഈസിക്കൽ ടു ഈ റോ ഇങ് ഇപ്പുറത്ത് വന്ന -1 ബൈ റോ ഇൻറ്റു ഡി റോ ബൈ ഡി ടി എന്നാവത്തില്ലേ? ഇതൊന്ന് സൂക്ഷിച്ച് നോക്കിയേ. ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി ഡെൽറ്റ ടി ഇതെന്താണ്? ഇത് എന്തിന് ഈക്വലാ? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈക്വൽ അല്ലേ? ഈക്വൽ ആണ്. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇതിനെയാണ് ബി എന്നും പറഞ്ഞ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ബി ഈസിക്കൽ ടു എന്തെന്ന് വരുവാടാ? -1 ബൈ റോ ഇൻറ്റു ഡി റോ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? ഡി ടി എന്ന് വരും. ഓക്കെ അല്ലേ? ബി ഈസിക്കൽ ടു -1 ബൈ റോ ഇൻറ്റു ഡി റോ ഡിവൈഡ് ബൈ ഡി ടി എന്ന് വരും. അതല്ലേ ഇവർ തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും
B is equal to minus 1 by rho into d rho divided by d. Option B is the right answer. Okay അല്ലേ? Question number 29. A bimetallic strip consists of brass and iron. When it is heated, it bends into an arc with brass on the convex and iron on the concave side of the arc. This happens because ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്സ് ഉണ്ട്. എന്താണ് ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്ട്രിപ്പ് ഈക്വൽ ലെങ്ത് ഉള്ള രണ്ട് സ്ട്രിപ്പ് എടുത്തിട്ട് അത് പക്ഷേ ഡിഫറെന്റ് മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഡിഫറെന്റ് ആയിരിക്കും. ആൽഫ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള രണ്ട് ഈക്വൽ ലെങ്ത് ഉള്ള രണ്ട് സ്ട്രിപ്പിനെ ജോയിൻ ടുഗദർ ആയിട്ട് രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്ത് വെച്ചാൽ അതിനെ വിളിച്ച പേരായിരുന്നുണ്ട് ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യും, ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ ബെൻഡ് ചെയ്യും. ഇത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ബെൻഡ് ചെയ്യും. ഇവിടെ ഇപ്പൊ അൺഈക്വൽ ലീനിയർ എക്സ്പാൻഷൻ അല്ലേ രണ്ട് മെറ്റൽസിനുള്ളത്, രണ്ടിന്റെ ആൽഫ എന്താണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത് എങ്ങോട്ട് ബെൻഡ് ചെയ്യും എന്നുള്ളത് പഠിച്ചുക. ഗ്രേറ്റർ ആൽഫ ഉള്ളത്, ആൽഫ വലുതായിട്ടുള്ളത് എങ്ങോട്ട് ബെൻഡ് ചെയ്യുമെന്ന് അറിയാവോടാ, ഔട്ടർ സൈഡിലോട്ട് ബെൻഡ് ചെയ്യും. അതായത് കോൺവെക്സ് സൈഡിൽ ബെൻഡ് ചെയ്യും. ഔട്ടർ സൈഡിൽ ബെൻഡ് ചെയ്യും. അതായത് കോൺവെക്സ് സൈഡിൽ ഏതായിരിക്കും ഇരിക്കുന്നത്, ആൽഫ കൂടുതലുള്ളതായിരിക്കും ഇരിക്കുന്നത്. ആൽഫ കൂടുതലുള്ളത് എന്ത് ചെയ്യും ഔട്ടർ സൈഡിലോട്ട് ബെൻഡ് ചെയ്യും. അതായത് എന്തായിരിക്കും, കോൺവെക്സ് സൈഡിലായിരിക്കും. ഇനി ആൽഫ കുറവുള്ളതോ, ആൽഫ കുറവുള്ളത് എന്ത് ചെയ്യും പറഞ്ഞേ, എന്തായിരിക്കും, ഇന്നർ സൈഡിലോട്ടായിരിക്കും. അത് എന്ത് ചെയ്യും, കോൺകേവ് സൈഡായിരിക്കും. കോൺകേവ് സൈഡായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷന്റെ ചേഞ്ച് കാരണമാണ് ഇത് എന്ത് ചെയ്യുന്നത്, കോൺവെക്സും കോൺകേവ് സൈഡിലോട്ടും പോകണം. കോൺവെക്സ് സൈഡ് എന്ന് പറയുമ്പോൾ അത് ഏത് സൈഡാണ്, ഔട്ടർ സൈഡാണ്. ഔട്ടർ സൈഡിൽ ഇരിക്കുന്നത് കോൺതായിരിക്കും ആൽഫ കൂടുതലുള്ളത്, ഇന്നർ സൈഡിൽ ഇരിക്കുന്നത് ആൽഫ കുറവുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ആൻസർ പറ, എന്തുകൊണ്ടായിരിക്കും ഇത് ഹാപ്പൻ ചെയ്തത്. ഇത് ബ്രാസ് എന്ത് ചെയ്തു, കോൺവെക്സ് സൈഡിൽ പോയി. അപ്പൊ ബ്രാസിന്റെ ആയിരിക്കും എന്ത് ആൽഫ കൂടുതൽ, ഇതിന്റെ ആൽഫ എന്തായിരിക്കും, അയണിന്റെ ആൽഫ കുറവായിരിക്കും. അതുകൊണ്ട് അത് കോൺകേവ് സൈഡിൽ പോയത്. അപ്പൊ ഇതിന്റെ അകത്ത് ഏതായിരിക്കും ആൻസർ വരുന്നത്, നമ്മുടെ ബ്രാസ് ഹാസ് ഹയർ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അതുകൊണ്ട് അത് കോൺവെക്സ് സൈഡിൽ പോയത് ദാൻ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഈ ഒരു ചേഞ്ച് വന്നത്. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 29. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, എ ക്ലോക്ക് വിച്ച് കീപ്സ് കറക്റ്റ് ടൈം അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ് ഈ സബ്ജക്റ്റഡ് ടു 40 ഡിഗ്രി സെൽഷ്യസ്. 20 ഡിഗ്രി സെൽഷ്യസിൽ ഒരു ക്ലോക്ക് എന്താണ് കറക്റ്റ് ടൈം കീപ് ചെയ്യുന്നത്, അത് എന്ത് ചെയ്തു 40 ഡിഗ്രി സെൽഷ്യസിലോട്ട് ഹീറ്റ് ചെയ്തു. If coefficient of linear expansion of pendulum is 12 into 10 raised to minus 6 per degree Celsius, how much will it gain or lose in time? അത് എത്ര ഗെയിൻ ചെയ്യും, എത്ര ലോസ് ചെയ്യും ടൈമിന് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇതെങ്ങനെ ചെയ്യും നമുക്കറിയാം. T is equal to ഒരു പെൻഡുലത്തിന്റെ T is equal to ടൈം പെൻഡ് ഇക്വേഷൻ 2π into root L by G എന്നാണ്. ഇവിടെ നിന്ന് എനിക്ക് ഫ്രാക്ഷണൽ ചേഞ്ച് എത്ര കണ്ടുപിടിക്കാം, ഡെൽറ്റ T by T is equal to എന്തെന്ന് എഴുതാം, ആൽഫ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ആൽഫ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ എന്ന് എഴുതാം. എനിക്ക് ഇതിനെ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, എൽ ആൽഫ ഡെൽറ്റ ടി ആണ്. ഇവിടെ ഇപ്പൊ ടെമ്പറേച്ചർ തീറ്റ ഡിഗ്രിയിലാണ് കൊടുത്തെങ്കിൽ ഡെൽറ്റ തീറ്റയാണ്. അപ്പൊ എനിക്ക് ഇവിടെ ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു എൽ ആൽഫ ഡെൽറ്റ തീറ്റ എന്ന് വരും. എല്ലും എല്ലും ക്യാൻസൽ ആയി പോയാൽ ഇതെന്ത് വരും, ഹാഫ് ആൽഫ ഡെൽറ്റ തീറ്റ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഡെൽറ്റ ടി ബൈ ടി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആൽഫ എത്രയാ 12 ഇൻറ്റു 10 raised to minus 6. ഡെൽറ്റ തീറ്റ എത്രയാ 40 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 20 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കണം. ഇത് രണ്ടും വെട്ടുമ്പോൾ ഇവിടെ എത്ര കിട്ടും, 6 കിട്ടും. അപ്പൊ 6 ഇൻറ്റു 10 raised to minus 6 ഇൻറ്റു 20 എന്ന് വരും. 6 ഇൻറ്റു 10 raised to minus 6 ഇൻറ്റു 20 എന്ന് വരും. ഇത് എത്ര വരും, 120 ഇൻറ്റു 10 raised to minus 6 എന്ന് വരും. ഇനി എനിക്ക് എങ്ങനെ എഴുതാം, 12 ഇൻറ്റു 10 raised to minus 5 എന്ന് എഴുതാം. എത്ര എഴുതാം, 12 ഇൻറ്റു 10 raised to minus 5 എന്ന് എഴുതാം. ഇതെന്താണ്, ഡെൽറ്റ ടി ബൈ ടി ആണ്. എനിക്ക് ഡെൽറ്റ ടി ആ കണ്ടുപിടിക്കണം. അപ്പൊ ഡെൽറ്റ ടി ഈക്വൽ ടു എന്ത് കിട്ടും, ടി ഇൻറ്റു 12 ഇൻറ്റു 10 raised to minus 5 എന്ന് കിട്ടും. ഇനി ടി എത്രയാന്ന് പറഞ്ഞേ, ടി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ എല്ലാം സെക്കൻഡിലൊക്കെ അല്ലേ, അപ്പൊ എനിക്ക് ഇതിനെ സെക്കൻഡിലോട്ട് ആക്കണം. അപ്പൊ ടീനെ സെക്കൻഡ് ആക്കാൻ ഞാൻ എന്ത് ചെയ്യും, 24 hours അല്ലേ എന്താ കറക്റ്റ് ഉള്ളത്. അപ്പൊ 24 ഇൻറ്റു എത്ര, 24നെ മിനിറ്റ് ആക്കാൻ ഇൻറ്റു 60, പിന്നെ അതിനെ സെക്കൻഡിലാക്കാം പിന്നെ ഇൻറ്റു 60 ഇൻറ്റു എന്ത് വരും, 12 ഇൻറ്റു 10 raised to minus 5 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇത് എത്ര കിട്ടും, 24 ഇൻറ്റു 360 ഇൻറ്റു 3600 ഇൻറ്റു 12 ഇൻറ്റു 10 raised to minus 5 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് എത്ര കിട്ടും, 24 ഇൻറ്റു 3600 ഇൻറ്റു 12 ഇൻറ്റു 10 raised to minus 5. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 3 അല്ല എത്ര കിട്ടും, 10.3 seconds per day എന്ന് കിട്ടും. 10.3 seconds per day എന്ന് കിട്ടും. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ?